ഈജിപ്ത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പിരമിഡുകളും മണലാരണ്യങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ഫിംസുകളും മമ്മി സിനിമകളിലെ ഭീതിതമായ രൂപങ്ങളുമാണ്. എന്നാൽ മണൽക്കാറ്റുകൾ മൂടിക്കിടക്കുന്ന ആ സാമ്രാജ്യത്തിന് പറയാനുള്ളത് വെറുമൊരു കെട്ടുകഥയല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിഗൂഢവും ബുദ്ധിപരവും അതേസമയം ക്രൂരവുമായ ഒരു സംസ്കാരം അവിടെ നിലനിന്നിരുന്നു. മരുഭൂമിയുടെ നിശബ്ദതയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നൂറുകണക്കിന് രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിച്ചെടുക്കാനുള്ള ഒരു യാത്രയാണിത്. ഓരോ മണൽത്തരിയിലും ഓരോ കഥയുണ്ട്, ഓരോ ശവകുടീരത്തിനും ഓരോ സാക്ഷ്യങ്ങളുണ്ട്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മാഞ്ഞുപോകാത്ത ആ സത്യങ്ങളെ നമുക്ക് തേടിപ്പിടിക്കാം. ഒരു നിമിഷം, ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് രണ്ടു കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമൻ്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഇന്നത്തെ പോലെ അതിരുകളില്ലാത്ത ലോകത്ത് വടക്കേ ആഫ്രിക്കയുടെ വരണ്ട ഭൂമിയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. നൈൽ നദി. അതൊരു വെറും നദിയായിരുന്നില്ല. ഈജിപ്തുകാർക്ക് അതവരുടെ ജീവശ്വാസമായിരുന്നു, ദൈവമായിരുന്നു. മരുഭൂമിയുടെ ഉഷ്ണത്തിൽ വെന്തിരുകുന്ന ആ ഭൂപ്രദേശത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാക്കി മാറ്റിയത് ഈ നദിയുടെ ഒഴുക്കാണ്. ചരിത്രകാരനായ ഹെറോഡോട്ടസ് ഈജിപ്തിനെ വിളിച്ചത് നൈലിൻ്റെ ദാനം എന്നായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അതിന് പിന്നിൽ ഒരു ശാസ്ത്രവും വിശ്വാസവുമുണ്ട്. വർഷത്തിലൊരിക്കൽ നൈൽ നദി കരകവിഞ്ഞൊഴുകുമായിരുന്നു. ആ വെള്ളപ്പൊക്കത്തെ അവർ ഭയന്നിരുന്നില്ല, മറിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കാരണം ആ വെള്ളം കൊണ്ടുവരുന്ന എക്കൽ മണ്ണാണ് കറുത്ത സ്വർണം പോലെ ആ കൃഷിഭൂമിയെ ഫലഭൂയിഷ്ടമാക്കിയത്. ഈജിപ്തുകാർ തങ്ങളുടെ രാജ്യത്തെ വിളിച്ചിരുന്നത് കെമെറ്റ് എന്നായിരുന്നു. അർത്ഥം കറുത്ത ഭൂമി. നൈലിൻ്റെ തീരത്തെ ഫലഭൂയിഷ്ടമായ കറുത്ത മണ്ണായിരുന്നു അവരുടെ ജീവിതം. അതിനപ്പുറമുള്ള ചുവന്ന മരുഭൂമിയെ അവർ ദഷ്റത്ത് എന്നും വിളിച്ചു. ആ ചുവന്ന ഭൂമി മരണത്തിൻ്റെ നാടായിരുന്നു. അവിടെ ആരും ജീവിച്ചിരുന്നില്ല. പക്ഷേ മരിച്ചവരെ അടക്കം ചെയ്യാൻ അവർ ആ ഭൂമി തെരഞ്ഞെടുത്തു. ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്നത് അവരുടെ സൗന്ദര്യബോധമായിരുന്നു എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന സിനിമകളിലും ചിത്രങ്ങളിലും കണ്ണെഴുതിയ സുന്ദരിയായ രാജ്ഞിമാരെയും പുരുഷന്മാരെയും കാണാം. എന്നാൽ ആ കണ്ണെഴുത്തിനു പിന്നിൽ വെറുമൊരു സൗന്ദര്യമോഹം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതൊരു അതിജീവനത്തിൻ്റെ തന്ത്രമായിരുന്നു. കടുത്ത സൂര്യപ്രകാശത്തിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാനും കണ്ണിലെ അണുബാധകളെ തടയാനും അവരൊരു പ്രത്യേകതരം കോൾ അഥവാ കൺമഷി ഉപയോഗിച്ചു. ഈയം അല്ലെങ്കിൽ ലെഡ് അടങ്ങിയ ധാതുക്കളിൽ നിന്നാണ് അവർ അത് നിർമ്മിച്ചത്. അത് ധരിക്കുന്നത് ദൈവമായ ഹോറസിൻ്റെയും ലായുടെയും സംരക്ഷണം ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചു. സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ കണ്ണെഴുതിയിരുന്നു. സൗന്ദര്യം അവർക്ക് ദൈവീകതയുടെ ഭാഗമായിരുന്നു, ഒപ്പം ആരോഗ്യത്തിൻ്റെയും. ഇനി നമുക്ക് ആ സമൂഹത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. അവരുടെ ജീവിതരീതികൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ മുടി വളർത്തുന്നത് ഫാഷനാണെങ്കിൽ, പുരാതന ഈജിപ്തിൽ തലമൊട്ടയടിക്കുന്നത് ഒരു സ്റ്റാറ്റസ് സിംബലും ശുചിത്വത്തിൻ്റെ ഭാഗവുമായിരുന്നു. ചൂടുകാലത്ത് പേനിൻ്റെയും മറ്റു പരാധങ്ങളുടെയും ശല്യം ഒഴിവാക്കാൻ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും പലപ്പോഴും തലമൊട്ടയടിച്ചിരുന്നു. എന്നാൽ മുടിയില്ലാത്തത് അവർക്ക് നാണക്കേടായി തോന്നിയിരുന്നില്ല. പകരം അവർ അതിമനോഹരമായ വിഗ്ഗുകൾ ധരിച്ചു. ആ വിഗ്ഗുകൾ അവരുടെ സാമൂഹിക പദവിയെ കാണിക്കുന്നതായിരുന്നു. മനുഷ്യമുടി കൊണ്ടും ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ടും നിർമ്മിച്ച ആ വിഗ്ഗുകളിൽ സുഗന്ധതൈലങ്ങൾ പുരട്ടി അവർ നടക്കുമ്പോൾ അതവരുടെ അധികാരത്തിൻ്റെ ഗന്ധം കൂടിയായിരുന്നു. പക്ഷേ ഈജിപ്തിനെ ഭരിച്ചിരുന്നതാരാണ്? ഫറവോമാർ. ആ വാക്കിൻ്റെ അർത്ഥം വലിയ വീട് എന്നാണ്. തുടക്കത്തിൽ അത് രാജകൊട്ടാരത്തെയാണ് സൂചിപ്പിച്ചതെങ്കിലും പിന്നീട് അത് രാജാവിനെ വിളിക്കാനുള്ള പേരായി മാറി. ഫറവോമാർ വെറും രാജാക്കന്മാരായിരുന്നില്ല, അവർ ഭൂമിയിലെ ദൈവങ്ങളായിരുന്നു. ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് സൂര്യദേവനായ റായുടെ പ്രതിരൂപമാണ് ഫറവോ എന്നാണ്. അതുകൊണ്ടുതന്നെ ഫറവോയുടെ വാക്ക് നിയമം മാത്രമല്ല, ദൈവകൽപ്പന കൂടിയായിരുന്നു. ഫറവോയുടെ മുടി ആരും കാണാൻ പാടില്ല എന്നൊരു നിയമം പോലുമുണ്ടായിരുന്നു. അവരെപ്പോഴും കിരീടമോ അല്ലെങ്കിൽ നെമസ് എന്ന് വിളിക്കുന്ന ശിരോവസ്ത്രമോ ധരിച്ചിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന തൂത്തൻഖാമൻ്റെ മുഖമൂടിയിലുള്ള ആ വരകളുള്ള തുണിത്തരമാണ് നെമസ്. ഈജിപ്ഷ്യൻ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വസ്തുതയുണ്ട്. അവിടെ ലഭിച്ചിരുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യം. പുരാതന ലോകത്തെ മറ്റു പല സംസ്കാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈജിപ്ഷ്യൻ സ്ത്രീകൾ ഏറെ മുന്നിലായിരുന്നു.
അവർക്ക് സ്വത്ത് സമ്പാദിക്കാനും കച്ചവടം നടത്താനും വിവാഹമോചനം നേടാനും അവകാശമുണ്ടായിരുന്നു. ചില സ്ത്രീകൾ ഫറവോമാരായി രാജ്യം ധരിക്കുക പോലും ചെയ്തു. ഹട്ഷപ്സുത്തിനെ പോലെയുള്ള രാജ്ഞിമാർ അധികാരം കൈയാളുമ്പോൾ പുരുഷന്മാരായ ഫറവോമാർ ധരിക്കുന്നതുപോലെ കൃത്രിമം താടിവെച്ച് സിംഹാസനത്തിൽ ഇരുന്നത് ചരിത്രത്തിലെ ഒരു വിചിത്ര കാഴ്ചയാണ്. താനൊരു സ്ത്രീയാണെന്ന് ജനങ്ങൾ മറക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഫറവോ എന്ന ദൈവീക സങ്കല്പത്തിന് ലിംഗഭേദമില്ല എന്ന് കാണിക്കാൻ കൂടിയായിരുന്നു അത്. ഈജിപ്തുകാർക്ക് മരണത്തെ വല്ലാതെ ഭയമായിരുന്നു എന്ന് നമ്മൾ കരുതിയേക്കാം. കാരണം അവരുടെ ജീവിതം മുഴുവൻ മരണാനന്തര ജീവിതത്തിനായുള്ള തയ്യാറെടുപ്പായിരുന്നു. എന്നാൽ സത്യം അതല്ല. അവർക്ക് ജീവിതത്തെ അത്രയേറെ സ്നേഹമായിരുന്നു. ഈ ജീവിതം മരണത്തോടെ അവസാനിക്കരുതെന്നും മരണശേഷം അത് അനന്തമായി തുടരണമെന്നും അവരാഗ്രഹിച്ചു. അതുകൊണ്ടാണ് മമ്മീകരണവും പിരമിഡുകളും ഉണ്ടായത്. ഒരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവ് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് തിരിച്ചുവരും എന്നവർ വിശ്വസിച്ചു. തിരിച്ചു വരുമ്പോൾ ശരീരം നശിച്ചുപോയാൽ ആത്മാവിന് കയറാൻ ഇടമുണ്ടാകില്ല. അങ്ങനെ ആത്മാവ് അലഞ്ഞുതിരിയേണ്ടി വരും. ആ ഭയമാണ് മമ്മീകരണത്തിന് ജന്മം നൽകിയത്. ശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ അവർ കണ്ടെത്തിയ മാർഗങ്ങൾ ആധുനിക ശാസ്ത്രത്തെപ്പോലും അമ്പരപ്പിക്കുന്നതാണ്. മമ്മീകരണ പ്രക്രിയ ഒരു ലളിതമായ കാര്യമായിരുന്നില്ല. അത് 70 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങായിരുന്നു. ആദ്യം അവർ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യും. തലച്ചോറ് മൂക്കിലൂടെ ഒരു പ്രത്യേകതരം കൊളുത്തിയിട്ട് വലിച്ചെടുക്കുമായിരുന്നു. അവർക്ക് തലച്ചോറിൻ്റെ പ്രാധാന്യം അറിയില്ലായിരുന്നു. ചിന്തകളും വികാരങ്ങളും ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തലച്ചോറ് വലിച്ചെടുത്ത് കളയുകയും ഹൃദയം മാത്രം ശരീരത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. ബാക്കിയുള്ള അവയവങ്ങളായ കരൾ, ശ്വാസകോശം, വയറ്, കുടൽ എന്നിവ പ്രത്യേകം ഭരണിയിലാക്കി സൂക്ഷിക്കും. കനോപ്പിക് ജാറുകൾ എന്നറിയപ്പെടുന്ന ഈ ഭരണികളുടെ മൂടി 4 ദൈവങ്ങളുടെ തലയുടെ ആകൃതിയിലായിരുന്നു. തുടർന്ന് ആ ശരീരം ഉണക്കിയെടുക്കാൻ നാട്രോൺ എന്ന ഒരിനം ഉപ്പ് ഉപയോഗിച്ചിരുന്നു. 40 ദിവസത്തോളം ഉപ്പിൽ പൊതിഞ്ഞുവെക്കും. ജലാംശം പൂർണ്ണമായും വറ്റിക്കഴിഞ്ഞാൽ സുഗന്ധതൈലങ്ങൾ പുരട്ടി ലിനൻ തുണികൊണ്ട് വരിഞ്ഞുകെട്ടും. ഈ സമയത്താണ് പുരോഹിതന്മാർ മന്ത്രങ്ങൾ ചൊല്ലുന്നത്. ഓരോ കെട്ടിലും അവർ ഓരോ തകിടുകൾ തിരകിവെക്കും. മരണാനന്തര യാത്രയിൽ ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷ നേടാനായിരുന്നു അത്. ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നത് മരണം ഒരു ഇരുണ്ട ഗുഹയിലേക്കുള്ള വീഴ്ചയല്ല, മറിച്ച് മറ്റൊരു ലോകത്തേക്കുള്ള വാതിലാണ് എന്നാണ്. ആ ലോകത്ത് ഒസിറിസ് എന്ന ദൈവം അവരെ കാത്തിരിക്കുന്നുണ്ടാകും. ഈജിപ്തിലെ ദൈവങ്ങളുടെ കാര്യം പറയുമ്പോൾ അതൊരു വലിയ പ്രഹേളികയാണ്. അവർക്ക് 2000-ലധികം ദൈവങ്ങളുണ്ടായിരുന്നു. ഓരോ ആവശ്യത്തിനും ഓരോ ദൈവങ്ങൾ. ചിലർക്ക് മനുഷ്യന്റെ ഉടലും മൃഗങ്ങളുടെ തലയുമായിരുന്നു. അനുബിസ് എന്ന ദൈവം കുറുക്കന്റെ തലയുള്ളവനായിരുന്നു. ശവസംസ്കാരത്തിൻ്റെയും മമ്മീകരണത്തിൻ്റെയും ദൈവമായിരുന്നു അവൻ. ശവപ്പറമ്പുകളിൽ അലഞ്ഞുതിരിയുന്ന കുറുക്കന്മാരെ കണ്ടതാവാം ഒരുപക്ഷെ അവർക്കങ്ങനെയൊരു സങ്കല്പം നൽകിയത്. റാ എന്ന സൂര്യദൈവം, തോത്ത് എന്ന അറിവിൻ്റെ ദൈവം, ബാസ്റ്ററ്റ് എന്ന പൂച്ചത്തലയുള്ള ദേവി, അങ്ങനെ നീളുന്നു ആ നിര. ഈജിപ്തുകാർ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെയും വല്ലാതെ സ്നേഹിച്ചിരുന്നു. വീട്ടിലെ പൂച്ച മരിച്ചാൽ ആ വീട്ടിലെ എല്ലാവരും പുരികം വടിച്ചുകൊണ്ട് ദുഃഖമാചരിക്കുമായിരുന്നു എന്നത് അവരുടെ മൃഗസ്നേഹത്തിൻ്റെ തെളിവാണ്. പൂച്ചകളെ അവർ വിശുദ്ധരായി കണ്ടു. പലപ്പോഴും അവയെയും മമ്മിയാക്കി മാറ്റാറുണ്ടായിരുന്നു എന്നും. പക്ഷേ ഈ ശാന്തമായ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം ചോര മരവിപ്പിക്കുന്ന ചില കുറ്റകൃത്യങ്ങളും ഗൂഢാലോചനകളും കൊട്ടാരത്തിനുള്ളിൽ നടന്നിരുന്നു. രാംസസ് മൂന്നാമൻ എന്ന ഫറവോയുടെ മരണം ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതക ഗൂഢാലോചനകളിലൊന്നാണ്. ഹാരം ഗൂഢാലോചന എന്നറിയപ്പെടുന്ന ഈ സംഭവം നടന്നത് കൊട്ടാരത്തിലെ അന്തഃപുരത്തിലാണ്. ഫറവോയുടെ തന്നെ വാരിമാരിൽ ഒരാളായ ടിയെ തൻ്റെ മകനെ അടുത്ത രാജാവാക്കാൻ വേണ്ടി ഫറവോയെ വധിക്കാൻ പദ്ധതിയിട്ടു. അവർ ആഭിചാരക്രിയകളും വിഷപ്രയോഗങ്ങളും നടത്തി. കഴുത്തറുത്താണ് രാംസസ് മൂന്നാമൻ കൊല്ലപ്പെട്ടതെന്ന് ആധുനിക സ്കാനുകളിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ കൊലപാതകം നടക്കുമ്പോൾ കൊട്ടാരത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ആരൊക്കെയാണ് അതിന് കൂട്ടുനിന്നത്? അധികാരമോഹം മനുഷ്യനെ എവിടം വരെ എത്തിക്കുമെന്നതിൻ്റെ ആദ്യകാല പാഠങ്ങളായിരുന്നു അവ. ഇനി നമ്മൾ ഈജിപ്തിലെ ഏറ്റവും വലിയ നിർമ്മിതികളിലേക്ക് കടക്കുകയാണ്. പിരമിഡുകൾ. വെറുമൊരു കല്ലുകളുടെ കൂമ്പാരമല്ല അത്. ഗണിതശാസ്ത്രത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും എഞ്ചിനീയറിംഗിൻ്റെയും അത്ഭുതകരമായ സമ്മേളനമാണത്. ഗിസയിലെ പിരമിഡ് നിർമ്മിക്കാൻ 2.5 ലക്ഷം കല്ലുകട്ടകൾ വേണ്ടിവന്നു എന്നാണ് കണക്ക്. ഓരോ കല്ലിനും ടണ്ണുകൾ ഭാരമുണ്ട്. ചക്രങ്ങളോ ഇരുമ്പോ ക്രെയിനുകളോ ഇല്ലാത്ത ആ കാലത്ത് എങ്ങനെയാണ് മനുഷ്യരിത് നിർമ്മിച്ചത്? അടിമകളെ കൊണ്ടാണ് പിരമിഡ് പണിയിപ്പിച്ചതെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ പുതിയ കണ്ടെത്തലുകൾ പറയുന്നത് അതല്ല.
കൂലി വാങ്ങി ജോലി ചെയ്തിരുന്ന, കൃത്യമായ ഭക്ഷണം ലഭിച്ചിരുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളായിരുന്നു അവർ. അവർക്ക് താമസിക്കാൻ പിരമിഡിന് സമീപത്ത് നഗരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ആ തൊഴിലാളികൾക്ക് പോലും വൈദ്യസഹായം ലഭിച്ചിരുന്നു എന്നതിന് അസ്ഥികൂടങ്ങളിൽ നിന്ന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. പിരമിഡുകൾ നിർമ്മിച്ചതെന്തിനായിരുന്നു? ഫറവോയുടെ മൃതശരീരം അടക്കം ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു? അതോ ആകാശത്തിലെ നക്ഷത്രങ്ങളുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു? ഓറിയോൺ നക്ഷത്ര സമൂഹത്തിന്റെ അതേ വിന്യാസത്തിലാണ് ഗിസയിലെ 3 പിരമിഡുകളും നിൽക്കുന്നത് എന്നത് യാദൃഷ്ടികമാണോ? അതോ അവർക്ക് അന്യഗ്രഹങ്ങളുമായി ബന്ധമുണ്ടായിരുന്നോ? ചോദ്യങ്ങൾ ബാക്കിയാണ്. മണലാരണ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന ആ കൂറ്റൻ നിർമ്മിതികൾക്ക് താഴെ കള്ളന്മാരെ ഭയന്ന് അവർ കിണികൾ ഒരുക്കിയിരുന്നു. വ്യാജവാതിലുകൾ, വഴിതെറ്റിക്കുന്ന ഇടനാഴികൾ, ശാപവാക്കുകൾ എല്ലാം ശവകുടീരത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. നൈൽ നദിയുടെ ഓളങ്ങൾ പോലെ ഈജിപ്തിന്റെ ചരിത്രം ശാന്തമായി ഒഴുകുകയല്ല, മറിച്ച് ചുഴികളും മലരികളും നിറഞ്ഞതാണ്. ആദ്യകാല രാജവംശങ്ങൾ മുതൽ റോമൻ അധിനിവേശം വരെ നീളുന്ന ആ ചരിത്രത്തിൽ ഓരോ കാലഘട്ടവും ഓരോ വിസ്മയങ്ങളാണ് കരുതിവച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണലാരണ്യത്തിൽ വെയിലുകൊണ്ട് കറുത്ത തൊലിയുള്ള തൊഴിലാളികൾ ഭീമാകാരമായ കല്ലുകൾ വലിച്ചുകൊണ്ടുപോകുന്ന കാഴ്ച ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അവരുടെ വിയർപ്പും രക്തവുമാണ് ഇന്നും നമ്മൾ കാണുന്ന ആ അത്ഭുതങ്ങൾക്ക് പിന്നിൽ. പിരമിഡ് നിർമ്മാണത്തിൽ മാത്രമല്ല ഈജിപ്തുകാർ തങ്ങളുടെ ബുദ്ധിശക്തി തെളിയിച്ചത്. വൈദ്യശാസ്ത്ര രംഗത്ത് അവർക്കുണ്ടായിരുന്ന അറിവ് അവിശ്വസനീയമായിരുന്നു. മമ്മീകരണത്തിലൂടെ മനുഷ്യശരീരത്തിന്റെ ഉള്ളുകള്ളികൾ അവർക്ക് പരിചിതമായിരുന്നു. പരിക്കുകൾ തുന്നിക്കെട്ടാനും ഒടിഞ്ഞ എല്ലുകൾ ശരിയാക്കാനും, എന്തിന് പല്ലുവേദന മാറ്റാൻ പോലും അവർക്ക് ചികിത്സകളുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും പഴയ മെഡിക്കൽ രേഖകളിലൊന്നായ എഡ്വിൻ സ്മിത്ത് പാപ്പിറസ് ശസ്ത്രക്രിയകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. തലച്ചോറിനെക്കുറിച്ചും നട്ടെല്ലിനെക്കുറിച്ചും അതിൽ കൃത്യമായ വിവരങ്ങളുണ്ട്. തേനും പൂപ്പൽ പിടിച്ച റൊട്ടിയുമൊക്കെ അവർ മുറിവുണക്കാൻ ഉപയോഗിച്ചിരുന്നു. പെനിസിലിൻ കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പൂപ്പലിലെ ആന്റിബയോട്ടിക് ഗുണങ്ങൾ അവർ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ രോഗമെന്നത് വെറും ശാരീരികമായ ഒന്നല്ല, മറിച്ച് ദുഷ്ടശക്തികളുടെ വികൃതിയാണെന്നും അവർ വിശ്വസിച്ചു. അതുകൊണ്ട് മരുന്നിനൊപ്പം മന്ത്രവാദവും അവർ ചികിത്സയിൽ ഉൾപ്പെടുത്തി. ചിലപ്പോൾ പാമ്പിന്റെയോ തേളിന്റെയോ കടിയേറ്റാൽ ചികിത്സിക്കാൻ ഡോക്ടർമാരെക്കാൾ കൂടുതൽ അവർ ആശ്രയിച്ചത് മന്ത്രവാദികളെയായിരുന്നു. സെർക്കറ്റ് എന്ന തേൾ ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ വിഷമിറങ്ങും എന്നവർ വിശ്വസിച്ചു. ഈജിപ്തിലെ എഴുത്തുവിദ്യയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഹൈറോഗ്ലിഫിക്സ്, ചിത്രങ്ങളിലൂടെ കഥ പറയുന്ന ഭാഷ. പക്ഷികളും പാമ്പുകളും കണ്ണുകളും മനുഷ്യരൂപങ്ങളും ചേർന്ന ആ ലിപി വായിച്ചെടുക്കാൻ നൂറ്റാണ്ടുകളോളം ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതൊരു രഹസ്യഭാഷയായി തുടർന്നു. നെപ്പോളിയന്റെ പടയോട്ടക്കാലത്ത് റൊസെറ്റ സ്റ്റോൺ എന്ന ശില കണ്ടെത്തുന്നതുവരെ ആ രഹസ്യം മണ്ണിലുറങ്ങിക്കിടക്കുകയായിരുന്നു. ആ കല്ലിൽ ഒരേ കാര്യം 3 ഭാഷകളിൽ എഴുതിയിരുന്നു: ഹൈറോഗ്ലിഫിക്സ്, ഡെമോട്ടിക്, പിന്നെ ഗ്രീക്ക്. ഗ്രീക്ക് ഭാഷ അറിയാമായിരുന്ന പണ്ഡിതന്മാർ അത് വെച്ച് ഹൈറോഗ്ലിഫിക്സ് വിവർത്തനം ചെയ്തെടുത്തു. അതോടെയാണ് ഈജിപ്തിന്റെ ചരിത്രം ലോകത്തിനു മുൻപിൽ തുറക്കപ്പെട്ടത്. ശവകുടീരങ്ങളിൽ കൊത്തിവെച്ചിരുന്ന ചിത്രങ്ങൾ വെറും അലങ്കാരമായിരുന്നില്ല, മറിച്ച് മരിച്ചയാൾക്ക് പരലോകത്തേക്കുള്ള വഴികാട്ടിയും അയാളുടെ ജീവിതകഥയുമായിരുന്നു. ഇനി നമുക്കല്പം ഗൗരവകരമായ ഒരു വിഷയത്തിലേക്ക് വരാം: ഈജിപ്തിലെ നിയമവും നീതിയും. അവിടെ പോലീസും കോടതിയും ജയിലുകളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പോലെ ആയിരുന്നില്ല ശിക്ഷകൾ. ചെറിയ കുറ്റങ്ങൾക്ക് ചൂരപ്രയോഗമായിരുന്നു ശിക്ഷ. എന്നാൽ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷ്ടിക്കുകയോ ഫറവോയെ നിന്ദിക്കുകയോ ചെയ്താൽ ശിക്ഷ കടുപ്പമായിരുന്നു. മൂക്കോ ചെവിയോ മുറിച്ചു കളയുക, അല്ലെങ്കിൽ നാടുകടത്തുക തുടങ്ങിയ ശിക്ഷകൾ നടപ്പാക്കിയിരുന്നു. ഏറ്റവും വലിയ കുറ്റം സത്യം പറയാതിരിക്കലാണ്. കോടതിയിൽ കള്ളം പറഞ്ഞാൽ കഠിനമായ ശിക്ഷ ലഭിക്കുമായിരുന്നു. വിചാരണകൾ രേഖപ്പെടുത്തി വച്ചിരുന്നു. ഈജിപ്തുകാർക്ക് നീതി എന്നത് മാത് എന്ന ദേവിയുടെ സങ്കല്പമാണ്. സത്യം, ധർമ്മം, നീതി എന്നിവയുടെ സന്തുലിതാവസ്ഥയാണ് മാത്. ഫറവോയുടെ പ്രധാന കടമ തന്നെ ഈ മാത് നിലനിർത്തുക എന്നതായിരുന്നു. ഈജിപ്ഷ്യൻ സമൂഹത്തിൽ വിനോദത്തിനും വലിയ സ്ഥാനമുണ്ടായിരുന്നു. അവർ കഠിനാധ്വാനികൾ മാത്രമായിരുന്നില്ല, നന്നായി ആഘോഷിക്കാനും അവർക്കറിയാമായിരുന്നു. ബോർഡ് ഗെയിമുകൾ അവർക്ക് ഹരമായിരുന്നു. സെനറ്റ് എന്നൊരു കളിയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്രയെ പ്രതിനാത്മകമായി കാണിക്കുന്നതായിരുന്നു ആ കളി. രാജാക്കന്മാർ മുതൽ സാധാരണക്കാർ വരെ ആ കളിയിൽ മുഴുകിയിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ പാവകളും തടികൊണ്ടുള്ള മൃഗങ്ങളും പന്തുകളും ഉണ്ടായിരുന്നു. നൈൽ നദിയിൽ വള്ളം കളിയും നീന്തൽ മത്സരങ്ങളും നടന്നിരുന്നു. സംഗീതവും നൃത്തവും അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു. വീണ, ഓടക്കുഴൽ, പെരുമ്പറ തുടങ്ങിയ വാദ്യോപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു.
പക്ഷേ ഈ സന്തോഷങ്ങൾക്കിടയിലും യുദ്ധത്തിന്റെ കരിനിഴൽ ചിലപ്പോൾ ഈജിപ്തിനെ മൂടിയിരുന്നു. സമാധാനകാംക്ഷികളായിരുന്നെങ്കിലും തങ്ങളുടെ രാജ്യം സംരക്ഷിക്കാൻ അവർക്ക് ശക്തമായൊരു സൈന്യമുണ്ടായിരുന്നു. കുതിരകൾ പൂട്ടിയ രഥങ്ങളായിരുന്നു അവരുടെ പ്രധാന ശക്തി. യുദ്ധക്കളത്തിൽ പാഞ്ഞുവരുന്ന ആ രഥങ്ങൾ ശത്രുക്കളുടെ നെഞ്ചിൽ തീ കോരിയിട്ടിരുന്നു. വില്ലുമമ്പും കുന്തം, കഠാര എന്നിവയായിരുന്നു അവരുടെ ആയുധങ്ങൾ. തുത്മോസ് മൂന്നാമൻ എന്ന ഫറവോയെ ഈജിപ്തിന്റെ നെപ്പോളിയൻ എന്നാണ് വിളിക്കുന്നത്. 17 യുദ്ധങ്ങൾ നയിച്ച അദ്ദേഹം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഈജിപ്തിന്റെ അതിർത്തികൾ വികസിപ്പിച്ചതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. മെഗിദ്ദോ യുദ്ധം ചരിത്രത്തിലെ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ യുദ്ധങ്ങളിലൊന്നാണ്. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ശത്രുക്കളെ വളഞ്ഞ് അദ്ദേഹം വിജയം നേടി. ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ ഒരു ഫറവോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അഖ്നാറ്റൻ. അദ്ദേഹം എല്ലാം മാറ്റിമറിക്കാൻ ശ്രമിച്ചു. നൂറ്റാണ്ടുകളായി അവരാരാധിച്ചു വന്ന അമുൻ ഉൾപ്പെടെയുള്ള എല്ലാ ദൈവങ്ങളെയും അദ്ദേഹം നിരോധിച്ചു. പകരം ആറ്റൻ എന്ന സൂര്യബിംബത്തെ മാത്രം ആരാധിക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. തലസ്ഥാനം മാറ്റി, കലാരീതികൾ മാറ്റി, ഫറവോയുടെ രൂപം പോലും ചിത്രങ്ങളിൽ വിചിത്രമായി കാണപ്പെട്ടു. നീണ്ട മുഖവും വീർത്ത വയറും മെലിഞ്ഞ കൈകാലുകളുമുള്ള ഒരു രൂപം. ഇതൊരു ജനിതക രോഗമായിരുന്നോ അതോ കലയിലെ പുതിയ പരീക്ഷണമായിരുന്നോ എന്ന് ഇന്നും തർക്കമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ നെഫർട്ടിറ്റി ലോകസുന്ദരിയായി അറിയപ്പെടുന്നു. എന്നാൽ അഖ്നാട്ടന്റെ മരണം ശേഷം ഈജിപ്റ്റ് വീണ്ടും പഴയ ദൈവങ്ങളിലേക്ക് മടങ്ങി. അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ പിൻഗാമികൾ ശ്രമിച്ചു. കല്ലുകളിൽ നിന്ന് ആ പേര് ചുരണ്ടിക്കളഞ്ഞു. ഒരൊറ്റ ദൈവമെന്ന ആശയം അക്കാലത്ത് ജനങ്ങൾക്ക് ദഹിക്കുന്നതായിരുന്നില്ല. അഖ്നാട്ടന്റെ മകനാണ് തൂത്തൻഖാമൻ, 9-ാം വയസ്സിൽ ഫറവോയായ ബാലൻ. വളരെ കുറച്ചുകാലം മാത്രമേ അദ്ദേഹം ഭരിച്ചുള്ളൂ. 18-ാം വയസ്സിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ മരണം കൊലപാതകമായിരുന്നോ അതോ അപകടമായിരുന്നോ? തലയോട്ടിയിൽ കണ്ട മുറിവ് കൊലപാതകമാണെന്ന സംശയം ബലപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് നടന്ന പഠനങ്ങൾ പറയുന്നത് രഥത്തിൽ നിന്ന് വീണുണ്ടായ പരിക്കോ മലേറിയയോ ആകാം മരണകാരണമെന്നാണ്. അദ്ദേഹത്തിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിലല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ശവകുടീരത്തിലാണ്. 1922-ൽ ഹൊവാർഡ് കാർട്ടർ ആ കല്ലറ തുറന്നപ്പോൾ കണ്ട കാഴ്ച ലോകത്തെ അമ്പരപ്പിച്ചു. കൊള്ളയടിക്കപ്പെടാത്ത സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു നിധിശേഖരം, 5000-ത്തിലധികം അമൂല്യ വസ്തുക്കൾ. തൂത്തൻഖാമന്റെ ശാപമെന്ന കഥയും അവിടെ നിന്നാണ് തുടങ്ങിയത്. ശവകുടീരം തുറന്നവർ ഓരോരുത്തരായി മരിച്ചുവെന്നത് യാദൃച്ഛികമോ ശാപമോ? മാധ്യമങ്ങൾ ആ കഥയെ പെരുപ്പിച്ചു കാണിച്ചു. പക്ഷേ ആ ഭയം ഇന്നും നിലനിൽക്കുന്നു. നമുക്ക് വീണ്ടും നൈൽ നദിയുടെ തീരത്തേക്ക് മടങ്ങാം. അവിടെ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയുണ്ടാകും? കർഷകർ, മൺപാത്ര നിർമ്മാതാക്കൾ, നെയ്ത്തുകാർ. അവരുടെ വീടുകൾ മൺകട്ടകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ചൂടിനെ തടുക്കാൻ കട്ടിയുള്ള ചുവരുകളും ചെറിയ ജനലുകളുമാണ് ഉണ്ടായിരുന്നത്. അവർ കൂടുതലും വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. റൊട്ടിയും ബിയറുമായിരുന്നു പ്രധാന ഭക്ഷണം. അതെ, ബിയർ. അത് ലഹരിക്ക് വേണ്ടി മാത്രമല്ല, പോഷകാഹാരമായും അവർ കണ്ടിരുന്നു. കുട്ടികൾ പോലും നേർപ്പിച്ച ബിയർ കുടിച്ചിരുന്നു. കാരണം നൈൽ നദിയിലെ വെള്ളം കുടിക്കാൻ അത്ര സുരക്ഷിതമായിരുന്നില്ല. ഉള്ളിയും വെളുത്തുള്ളിയും അവർ ധാരാളമായി ഉപയോഗിച്ചു. പിരമിഡ് പണിയുന്ന തൊഴിലാളികൾക്ക് ശക്തി ലഭിക്കാൻ വെളുത്തുള്ളി നൽകിയിരുന്നു. ഒരിക്കൽ വെളുത്തുള്ളി കിട്ടാഞ്ഞതിന് തൊഴിലാളികൾ പണിമുടക്കിയതായി രേഖകളുണ്ട്. ചരിത്രത്തിലെ ആദ്യത്തെ പണിമുടക്ക്. ഈജിപ്തുകാർക്ക് ഗണിതശാസ്ത്രത്തിൽ വലിയ അറിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവർക്ക് 0 എന്ന സങ്കല്പം അറിയില്ലായിരുന്നുവെങ്കിലും ദശാംശ സമ്പ്രദായം അവർ ഉപയോഗിച്ചിരുന്നു. ഗുണനവും ഹരണവും അവർക്ക് വശമായിരുന്നു. നിലമളക്കാനും പിരമിഡിന്റെ വലിപ്പം കണക്കാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാനും ഈ കണക്കുകൾ അവരെ സഹായിച്ചു. കലണ്ടർ നിർമ്മിച്ചതും അവരാണ്. 365 ദിവസങ്ങളുള്ള വർഷമെന്ന ആശയം അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. നൈൽ നദിയുടെ പൊക്കത്തെ അടിസ്ഥാനമാക്കി വർഷത്തെ 3 സീസണുകളായി തിരിച്ചു. അഖത്ത് വെള്ളപ്പൊക്കം, പെരത്ത് വളർച്ച, ഷെമു വിളവെടുപ്പ്. സമയത്തെക്കുറിച്ച് അവർക്ക് വലിയ ബോധമുണ്ടായിരുന്നു. നിഴൽ ഘടികാരങ്ങളും ജലഘടികാരങ്ങളും അവർ ഉപയോഗിച്ചു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ബുക്ക് ഓഫ് ദ ഡെഡ് അഥവാ മരിച്ചവരുടെ പുസ്തകം എന്നതിനെക്കുറിച്ച് പറയാതെ വയ്യ. ഇതൊരു പുസ്തകമല്ല, മറിച്ച് പാപ്പിറസ് ചുരുളുകളിൽ എഴുതിയ മന്ത്രങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ശേഖരമാണ്. മരിച്ചയാൾ പരലോകത്തെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ ഈ മന്ത്രങ്ങൾ സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണം ഹൃദയം തൂക്കി നോക്കലാണ്. സത്യത്തിന്റെ ദേവിയായ മാത്തിന്റെ തൂവലിനൊപ്പം മരിച്ചയാളുടെ ഹൃദയം ത്രാസിൽ വെച്ച് തൂക്കും. പാപം ചെയ്യാത്ത ശുദ്ധമായ ഹൃദയമാണെങ്കിൽ അത് തൂവലിനേക്കാൾ ഭാരം കുറവായിരിക്കും. ഭാരം കൂടിയാലോ അവിടെ കാത്തിരിക്കുന്ന അമ്മുത്ത് എന്ന രാക്ഷസൻ മുതലയുടെ തലയും സിംഹത്തിന്റെ ഉടലും ഹിപ്പപ്പൊട്ടാമസിന്റെ പിൻഭാഗവുമുള്ള ഭീകരജീവി ആ ഹൃദയത്തെ വിഴുങ്ങിക്കളയും. അതോടെ ആ ആത്മാവ് എന്നേക്കുമായി ഇല്ലാതാകും. രണ്ടാമതൊരവസരമില്ല.
എത്ര ഭയാനകമായ സങ്കല്പമല്ലേ! ജീവിതത്തിൽ ചെയ്ത ഓരോ തെറ്റും അവിടെ കണക്ക് ചോദിക്കപ്പെടും. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ മൃഗങ്ങൾക്ക് ദൈവതുല്യമായ സ്ഥാനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ മുതലകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. സൊബെക് എന്ന മുതലത്തലയുള്ള ദൈവം നൈൽ നദിയുടെ അധിപനായിരുന്നു. ചില ക്ഷേത്രങ്ങളിൽ ജീവനുള്ള മുതലകളെ സ്വർണ്ണാഭരണങ്ങൾ അണിയിച്ച് വളർത്തിയിരുന്നു. അവ മരിക്കുമ്പോൾ മമ്മിയാക്കി സംസ്കരിക്കുകയും ചെയ്യും. കൊം ഓം എന്ന ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് മുതല മമ്മികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഇബിസ് എന്ന പക്ഷിയും കുരങ്ങന്മാരും കാളകളുമെല്ലാം ആരാധിക്കപ്പെട്ടിരുന്നു. ആപ്പിസ് കാള എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക കാളയെ കണ്ടെത്തി അതിനെ ദൈവമായി ആരാധിക്കുന്ന ചടങ്ങുമുണ്ടായിരുന്നു. നമ്മൾ ഇന്നുപയോഗിക്കുന്ന പല വസ്തുക്കളുടെയും തുടക്കം ഈജിപ്തിൽ നിന്നാണ്. പേപ്പർ, പേന, താക്കോൽ, ടൂത്ത്പേസ്റ്റ്. അതെ, പല്ലിൻ്റെ ആരോഗ്യം അവർക്ക് പ്രധാനമായിരുന്നു. മുട്ടത്തോട് പൊടിച്ചതും കുളമ്പുകൾ കരിച്ചതുമൊക്കെ ചേർത്ത് അവർ പേസ്റ്റ് ഉണ്ടാക്കി. വായനാറ്റം മാറ്റാൻ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത മിഠായികളും അവർ ഉപയോഗിച്ചിരുന്നു. കല്യാണത്തിന് മോതിരം മാറുന്ന ചടങ്ങ് തുടങ്ങിയത് ഈജിപ്തുകാരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വട്ടത്തിലുള്ള മോതിരം അനന്തമായ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. അത് ഇടത് കൈയിലെ മോതിരവിരലിൽ ഇടാൻ കാരണം ആ വിരലിൽ നിന്ന് നേരിട്ട് ഹൃദയത്തിലേക്കൊരു ഞരമ്പ് പോകുന്നു എന്ന വിശ്വാസമാണ്. വെന അമോറിസ് അഥവാ സ്നേഹത്തിൻ്റെ ഞരമ്പ്. റൊമാൻറ്റിക് ആണല്ലേ? ആ പ്രണയത്തിൻ്റെ ഞരമ്പ് പോലെ തന്നെ ചരിത്രത്തിലൂടെ നീളുന്ന മറ്റൊരു വികാരമാണ് പ്രതികാരം. ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഓരോ ഏടിലും അത് കാണാം. ക്ലിയോപാട്രയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. ഈജിപ്തിലെ അവസാനത്തെ ഫറവോ. ഗ്രീക്ക് വംശജയായിരുന്നിട്ടും ഈജിപ്ഷ്യൻ ഭാഷ പഠിച്ച് ഈജിപ്ഷ്യൻ ദൈവങ്ങളെ ആരാധിച്ച് അവൾ ജനങ്ങളുടെ പ്രിയങ്കരിയായി മാറി. അധികാരത്തിനു വേണ്ടി സഹോദരങ്ങളുമായി യുദ്ധം ചെയ്യേണ്ടി വന്നവൾ. റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തരായ 2 പുരുഷന്മാരെ, ജൂലിയസ് സീസറിനെയും മാർക്ക് ആന്റണിയെയും തൻ്റെ സൗന്ദര്യം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും വരുതിയിലാക്കിയവൾ. അത് വെറുമൊരു പ്രണയകഥയായിരുന്നില്ല, മറിച്ച് തൻ്റെ രാജ്യം റോമിൻ്റെ കോളനിയാകാതെ സംരക്ഷിക്കാനുള്ള ഒരു രാജ്ഞിയുടെ രാഷ്ട്രീയ തന്ത്രമായിരുന്നു. പക്ഷേ വിധിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ആക്ടിയം യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ മാർക്ക് ആന്റണി ആത്മഹത്യ ചെയ്തു. പ്രിയതമന്റെ മരണം താങ്ങാനാവാതെ, അല്ലെങ്കിൽ റോമിലെ തെരുവുകളിൽ അപമാനിക്കപ്പെടാതിരിക്കാൻ ക്ലിയോപാട്രയും മരണത്തെ പുൽകി. ഒരു അണലിയെക്കൊണ്ട് കൊത്തിച്ചാണ് അവൾ മരിച്ചതെന്ന് കഥകൾ പറയുന്നു. അതോ വിഷം കഴിച്ചാണോ? ചരിത്രം അവിടെയും മൗനം പാലിക്കുന്നു. അവളുടെ മരണത്തോടെ ഈജിപ്ത് എന്ന സ്വതന്ത്ര സാമ്രാജ്യം അസ്തമിച്ചു. അത് റോമിൻ്റെ ഒരു പ്രവിശ്യയായി മാറി. ആയിരക്കണക്കിന് വർഷം നീണ്ടുനിന്ന ഫറവോമാരുടെ യുഗം അവിടെ അവസാനിച്ചു. മണലാരണ്യത്തിലെ കാറ്റിൽ അവളുടെ അവസാനത്തെ ശ്വാസം അലിഞ്ഞുചേർന്നു. ഇനി നമുക്ക് അല്പം പിന്നോട്ടു പോയി ആ സമൂഹത്തിൻ്റെ ഇരുണ്ട വശങ്ങൾ കൂടി പരിശോധിക്കാം. അടിമത്തം. പിരമിഡുകൾ നിർമ്മിച്ചത് അടിമകളല്ലെന്ന് പറഞ്ഞെങ്കിലും ഈജിപ്തിൽ അടിമകളുണ്ടായിരുന്നു. യുദ്ധത്തടവുകാർ, കടം വീട്ടാൻ കഴിയാത്തവർ, കുറ്റവാളികൾ. അവരെ കഠിനമായ ജോലികൾക്ക് ഉപയോഗിച്ചിരുന്നു. ഖനികളിലും വീടുകളിലും അവർ പണിയെടുത്തിരുന്നു. എന്നാൽ അവർക്കും ചില അവകാശങ്ങളുണ്ടായിരുന്നു. സ്വന്തമായി സമ്പാദിക്കാനും ചിലപ്പോൾ മോചനം നേടാനും അവർക്ക് കഴിഞ്ഞിരുന്നു. മനുഷ്യനെ മനുഷ്യനായി കാണാതിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ബാക്കി പത്രങ്ങൾ. ഈജിപ്തുകാർക്ക് ജ്യോതിശാസ്ത്രത്തിലുണ്ടായിരുന്ന അറിവ് അത്ഭുതപ്പെടുത്തുന്നു. ടെലസ്കോപ്പുകളൊന്നുമില്ലാതെ വെറും കണ്ണുകൊണ്ട് അവർ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചു. സിറിയസ് എന്ന നക്ഷത്രം ഉദിക്കുന്ന സമയത്താണ് നൈൽ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നത് എന്നവർ കണ്ടെത്തി. അതുവെച്ചാണ് അവർ കലണ്ടർ തയ്യാറാക്കിയത്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിയാമായിരുന്നു. പിരമിഡുകളുടെ നിർമ്മാണത്തിൽ വടക്ക് ദിശ കൃത്യമായി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞത് ഈ നക്ഷത്ര നിരീക്ഷണം കൊണ്ടാണ്. ആകാശത്തിലെ ഓരോ ചലനവും അവർ രേഖപ്പെടുത്തിവെച്ചു. ക്ഷേത്രങ്ങളുടെ മേൽക്കുരകളിൽ രാശിചക്രങ്ങൾ വരച്ചുവെച്ചിരിക്കുന്നത് ഇന്നും കാണാം. ഈജിപ്ഷ്യൻ കലയെക്കുറിച്ച് പറയാതെ ഈ കഥ പൂർണ്ണമാകില്ല. അവരുടെ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യരുടെ തല വശത്തു നിന്നുള്ള കാഴ്ചയായും, കണ്ണും ഉടലും മുന്നിൽ നിന്നുള്ള കാഴ്ചയായും, കാലുകൾ വീണ്ടും വശത്തു നിന്നുള്ള കാഴ്ചയായുമാണ് വരച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണിങ്ങനെ? അതവർക്ക് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഏറ്റവും വ്യക്തമായി കാണിക്കാൻ വേണ്ടിയാണ് അവർ ആ ശൈലി തിരഞ്ഞെടുത്തത്. മുഖത്തിൻ്റെ ഭംഗി വശത്തു നിന്നുള്ള കാഴ്ചയിലാണ്, കണ്ണിൻ്റെ ഭംഗി നേരെ നോക്കുമ്പോഴാണ്. അങ്ങനെ ഓരോ അവയവത്തിൻ്റെയും പൂർണ്ണത ഒരൊറ്റ ചിത്രത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. വലിപ്പത്തിന് അവിടെ മറ്റൊരർത്ഥമുണ്ടായിരുന്നു. ചിത്രത്തിൽ ഏറ്റവും വലിപ്പമുള്ളത് ഫറവോയായിരിക്കും, പിന്നെ ദൈവങ്ങൾ, അത് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ.
ഏറ്റവും ചെറിയ രൂപങ്ങൾ സാധാരണക്കാരുടേതാണ്. കലയിൽ പോലും അവർ സാമൂഹിക പദവി നിലനിർത്തിയിരുന്നു. ഇനി ഒരു നിഗൂഢതയിലേക്ക് വരാം. സ്ഫിങ്സ്, ഗിസയിലെ പിരമിഡുകൾക്ക് കാവൽ നിൽക്കുന്ന മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള ആ ഭീമാകാരമായ രൂപം. ആരാണത് നിർമ്മിച്ചത്? എന്തിനാണ്? അതിന്റെ മുഖം ആരുടേതാണ്? ഫറവോ ഖാഫ്രയുടെ മുഖമാണതെന്ന് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നു. എന്നാൽ ചിലർ പറയുന്നു അത് ഖുഫുവിൻ്റേതാണെന്ന്. മറ്റു ചിലർ പറയുന്നു അതൊരു ജലക്ഷാമത്തിന്റെ സ്മാരകമാണെന്ന്. കാലത്തിന്റെ പ്രവാഹത്തിൽ അതിന്റെ മൂക്ക് നഷ്ടപ്പെട്ടുപോയി. നെപ്പോളിയന്റെ സൈന്യം പീരങ്കി വച്ച് തകർത്തതാണെന്നൊരു കഥയുണ്ട്. എന്നാൽ അതിനു മുൻപേ തന്നെ അത് നശിച്ചിരുന്നു എന്നതാണ് സത്യം. മരുഭൂമിയിലെ മണൽക്കാറ്റ് നൂറ്റാണ്ടുകളായി അതിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. സ്വിങ്സിന്റെ കാലുകൾക്കിടയിൽ ഒരു രഹസ്യ അറയുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. ഹാൾ ഓഫ് റെക്കോർഡ്സ്, അറ്റ്ലാന്റിസ് എന്ന നഷ്ടപ്പെട്ട വൻകരയുടെ അറിവുകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നൊരു കിംവദന്തിയുണ്ട്. എന്നാൽ ഇതുവരെ അവിടെയൊന്നും കണ്ടെത്തിയിട്ടില്ല. അതോ കണ്ടെത്തിയത് പുറത്തുവിടാത്തതാണോ? ഈജിപ്തിലെ നിധികൾ തേടിപ്പോയ പലർക്കും നിരാശയായിരുന്നു ഫലം. ശവകുടീര കൊള്ളക്കാർ പുരാതന കാലം മുതൽക്കേ ഉണ്ടായിരുന്നു. ഫറവോമാർ മരിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല കല്ലറകളും കൊള്ളയടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഫറവോമാർ പിരമിഡുകൾ ഉപേക്ഷിച്ച് രാജാക്കന്മാരുടെ താഴ്വര എന്ന രഹസ്യസ്ഥലത്ത് ശവകുടീരങ്ങൾ പണിയാൻ തുടങ്ങിയത്. പുറമേ നിന്ന് നോക്കിയാൽ തിരിച്ചറിയാത്ത വിധം പാറക്കെട്ടുകൾക്കുള്ളിൽ അവർ കല്ലറകൾ ഒളിപ്പിച്ചു. എന്നിട്ടും കള്ളന്മാർ അവിടെയുമെത്തി. കാവൽക്കാർ തന്നെ കള്ളന്മാരാകുന്ന കാഴ്ച. സ്വർണത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തിക്ക് അതിരുകളില്ലല്ലോ. ഈ നിധിവേട്ടക്കാർ പലപ്പോഴും മമ്മികളെ നശിപ്പിച്ചു. മമ്മിയുടെ ശരീരത്തിൽ പൊതിഞ്ഞ സ്വർണ്ണ തകിടുകൾ എടുക്കാൻ വേണ്ടി അവർ മമ്മിയെ കത്തിക്കുകയോ വെട്ടിക്കീറുകയോ ചെയ്തു. വിക്ടോറിയൻ കാലഘട്ടത്തിൽ യൂറോപ്പിൽ മമ്മി അൺറാപ്പിംഗ് പാർട്ടികൾ നടന്നിരുന്നു. ആളുകൾ കൂടിയിരുന്ന് ഒരു മമ്മിയുടെ കെട്ടുകൾ അഴിക്കുന്നത് ഒരു വിനോദമായിരുന്നു. എത്ര ക്രൂരമായ വിനോദം! ആയിരക്കണക്കിന് വർഷം ശാന്തി തേടിയുറങ്ങിയ ഒരു മനുഷ്യ ശരീരത്തെ അവർ കൗതുക വസ്തുവാക്കി മാറ്റി. മമ്മികളെ പൊടിച്ച് മരുന്നായി വിറ്റിരുന്ന ഒരു കാലവുമുണ്ടായിരുന്നു. മമ്മിയ എന്ന മരുന്ന് എല്ലാ രോഗത്തിനും പരിഹാരമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. മരിച്ചവരുടെ ശാപം അവരെ പിന്തുടർന്നിട്ടുണ്ടാകുമോ? പുരാവസ്തു ഗവേഷണം എന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. മരുഭൂമിയിലെ കൊടും ചൂടിൽ പൊടിപടലങ്ങൾക്കിടയിൽ ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് ചരിത്രത്തെ വീണ്ടെടുക്കുന്നത് ക്ഷമയുടെ പരീക്ഷണമാണ്. ചിലപ്പോൾ വർഷങ്ങളോളം കുഴിച്ചാലും ഒന്നും കിട്ടില്ല. ചിലപ്പോൾ ഒരു ചെറിയ കഷ്ണം മൺപാത്രം ചരിത്രത്തെ മാറ്റിമറിക്കും. അലക്സാൻഡ്രിയ എന്ന മഹാനഗരം ഇന്ന് കടലിനടിയിലാണ്. ക്ലിയോപാട്രയുടെ കൊട്ടാരം അവിടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്നു. മുങ്ങൽ വിദഗ്ധർ അവിടെ നിന്ന് സ്ഫിങ്സുകളെയും പ്രതിമകളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും എത്രയെത്ര നഗരങ്ങൾ മണലിനടിയിലും കടലിനടിയിലുമായി ഒളിഞ്ഞുകിടക്കുന്നുണ്ടാകും? നൈൽ നദിക്ക് പറയാനുള്ളത് പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വഞ്ചനയുടെയും കഥകളാണ്. ആ നദിയിലൂടെ ഒഴുകിയ രക്തത്തിന് കണക്കില്ല. പക്ഷേ അതേ നദി തന്നെയാണ് അവിടെ ജീവൻ നൽകിയതും. ഓരോ സൂര്യോദയത്തിലും റാ ദൈവം തൻ്റെ തോണിയിൽ ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്നുവെന്നും ഓരോ അസ്തമയത്തിലും പാതാള ലോകത്തിലൂടെ സഞ്ചരിച്ച് അപ്പൊഫിസ് എന്ന പമ്പിനോട് യുദ്ധം ചെയ്യുന്നുവെന്നും അവർ വിശ്വസിച്ചു. ഓരോ പ്രഭാതവും ആ യുദ്ധത്തിലെ വിജയമാണ്, ഇരുട്ടിനുമേൽ വെളിച്ചത്തിൻ്റെ വിജയം. ഇന്നും ഈജിപ്തിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവാഹമാണ്. പിരമിഡുകളുടെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കുമ്പോൾ അവർ ഓർക്കുന്നുണ്ടാകില്ല അതിന് താഴെ ഉറങ്ങുന്ന ആത്മാക്കളെ. ചരിത്രം എന്നത് വെറും കല്ലുകളിലും മണ്ണിലും എഴുതിയതല്ല. അത് മനുഷ്യന്റെ അനുഭവങ്ങളിലാണ് ജീവിക്കുന്നത്. ആ അനുഭവങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കാതോർത്താൽ മാത്രം മതി. മരുഭൂമിയിലെ കാറ്റു മൂളുന്നത് പഴയൊരു പാട്ടാണ്. ഫറവോമാരുടെ പ്രതാപത്തിന്റെ, അടിമകളുടെ വിയർപ്പിന്റെ, നഷ്ടപ്പെട്ട പ്രണയങ്ങളുടെ പാട്ട്. അടുത്തതായി നമ്മൾ പോകുന്നത് ഈജിപ്തിലെ ദൈനംദിന ജീവിതത്തിലെ ചില കൗതുകങ്ങളിലേക്കാണ്. അവരുടെ ഭക്ഷണം, വസ്ത്രധാരണം, വീടുകൾ. സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ചരിത്രം എപ്പോഴും രാജാക്കന്മാരുടെ കഥകളാണ് കൂടുതൽ പറയുക. പക്ഷേ സാമ്രാജ്യം കെട്ടിപ്പടുത്തിയത് സാധാരണക്കാരാണ്. അവർ എന്ത് കഴിച്ചു, എന്ത് ധരിച്ചു, എങ്ങനെ ജീവിച്ചു, ആ കഥകൾ കൂടി അറിയേണ്ടതുണ്ട്. റൊട്ടിയും ബിയറുമായിരുന്നു പ്രധാന ഭക്ഷണമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സമ്പന്നർക്ക് മാംസവും മീനും പഴങ്ങളും പച്ചക്കറികളും യഥേഷ്ടം ലഭിച്ചിരുന്നു. താറാവ്, വാത്ത, കാട എന്നിവയെ അവർ വേട്ടയാടിയിരുന്നു. നൈൽ നദിയിൽ നിന്ന് ലഭിക്കുന്ന മീനുകൾ അവർ ഉണക്കി സൂക്ഷിച്ചു. മുന്തിരി, അത്തിപ്പഴം, ഈന്തപ്പഴം എന്നിവയായിരുന്നു ഇഷ്ടപ്പെട്ട പഴങ്ങൾ. വീഞ്ഞ് അഥവാ വൈൻ ഉണ്ടാക്കുന്നതിലും അവർ വിദഗ്ധരായിരുന്നു. ഓരോ പ്രദേശത്തും ഓരോ തരം വൈൻ ഉണ്ടായിരുന്നു. പാത്രങ്ങളിൽ വൈൻ നിറച്ച് ഏതു വർഷമാണുണ്ടാക്കിയതെന്നും ഏതു തോട്ടത്തിലെ മുന്തിരിയാണെന്നും രേഖപ്പെടുത്തി വച്ചിരുന്നു. ഇന്നത്തെ വൈൻ കുപ്പികളിലെ ലേബൽ പോലെ. വസ്ത്രധാരണം വളരെ ലളിതമായിരുന്നു.
ചൂടുകാലമായതുകൊണ്ട് നേർത്ത ലിനൻ തുണികളാണ് ഉപയോഗിച്ചിരുന്നത്. പുരുഷന്മാർ മുട്ടുവരെ നീളുന്ന പാവാടകൾ കിൽട്ട് ധരിച്ചു. സ്ത്രീകൾ കണങ്കാൽ വരെ നീളുന്ന നേരെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. കുട്ടികൾ പലപ്പോഴും വസ്ത്രമൊന്നും ധരിക്കാതെയാണ് നടന്നിരുന്നത്. പ്രായപൂർത്തിയാകുമ്പോഴാണ് വസ്ത്രം ധരിച്ചു തുടങ്ങുക. ആഭരണങ്ങൾ അവർക്ക് ഭ്രാന്തായിരുന്നു. സ്വർണം, വെള്ളി, രത്നങ്ങൾ എന്നിവ കൊണ്ടുള്ള മാലകളും വളകളും മോതിരങ്ങളും അവരണിഞ്ഞു. തങ്ങളുടെ സമ്പത്ത് കാണിക്കാൻ മാത്രമല്ല, ദൈവങ്ങളുടെ സംരക്ഷണം കിട്ടാനും അവർ ആഭരണങ്ങൾ ഉപയോഗിച്ചു. തങ്ങളുടെ ദേഹത്തണിയുന്ന ഓരോ കല്ലിനും ഓരോ ശക്തിയുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ലാപ്പിസ് ലസൂലി എന്ന നീലക്കല്ല് ആകാശത്തെയും കാർണീലിയൻ എന്ന ചുവന്ന കല്ല് രക്തത്തെയും ജീവനെയും സൂചിപ്പിച്ചു. വീടുകൾ മിക്കവാറും ഒരേ രീതിയിലായിരുന്നു. മുൻവശത്തൊരു സ്വീകരണമുറി, അതിനു പിന്നിൽ കിടപ്പുമുറി, ഏറ്റവും പിന്നിൽ അടുക്കള. വീടിന്റെ മുകളിൽ ടെറസ് ഉണ്ടായിരുന്നു. ചൂടുള്ള രാത്രികളിൽ അവർ അവിടെയാണ് കിടന്നുറങ്ങിയിരുന്നത്. വീടുകൾക്കുള്ളിൽ ഫർണിച്ചറുകൾ കുറവായിരുന്നു. കട്ടിലുകൾ, കസേരകൾ, സ്റ്റൂളുകൾ എന്നിവയുണ്ടായിരുന്നു. വസ്ത്രങ്ങളും മറ്റും വയ്ക്കാൻ പെട്ടികൾ ഉപയോഗിച്ചു. ചുവരുകൾ വെള്ള പൂശിയിരുന്നു. ചിലപ്പോൾ ചിത്രങ്ങളും വരച്ചിരുന്നു. വീടിന്റെ ഒരു മൂലയിൽ ചെറിയൊരു പൂജാമുറിയും ഉണ്ടാകും. അവിടെ പൂർവികരെയും ദൈവങ്ങളെയും ആരാധിച്ചിരുന്നു. വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിച്ചിരുന്നില്ല. ആൺകുട്ടികൾക്ക് മാത്രമാണ് വിദ്യാലയങ്ങളിൽ പോകാൻ അനുവാദമുണ്ടായിരുന്നത്, അതും സമ്പന്നരുടെ മക്കൾക്ക്. എഴുത്തും വായനയും കണക്കും അവർ പഠിച്ചു. ഗുരുവിന്റെ ശിക്ഷ കഠിനമായിരുന്നു. ആൺകുട്ടിയുടെ ചെവി അവന്റെ പുറത്താണ്, അടിച്ചാലേ അവൻ കേൾക്കൂ എന്നൊരു ചൊല്ല് തന്നെ അക്കാലത്തുണ്ടായിരുന്നു. പെൺകുട്ടികൾ അമ്മമാരിൽ നിന്ന് വീട്ടുജോലികളും നെയ്ത്തും സംഗീതവും പഠിച്ചു. എന്നാൽ ചില പെൺകുട്ടികൾ എഴുത്തും വായനയും പഠിച്ചിരുന്നു, പ്രത്യേകിച്ച് രാജകുടുംബത്തിലെ സ്ത്രീകൾ. ഡോക്ടർമാരായ സ്ത്രീകളുണ്ടായിരുന്നു എന്നത് വലിയൊരു കാര്യമാണ്. പെസഷത്ത് എന്ന വനിത ചരിത്രത്തിലെ അറിയപ്പെടുന്ന ആദ്യത്തെ വനിതാ ഡോക്ടർമാരിൽ ഒരാളാണ്. വിവാഹമെന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാറായിരുന്നു. മാതാപിതാക്കളാണ് വിവാഹം തീരുമാനിച്ചിരുന്നത്. എന്നാൽ പ്രണയവിവാഹങ്ങളും നടന്നിരുന്നു. വിവാഹത്തിന് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വധുവിന്റെ സാധനങ്ങൾ വരന്റെ വീട്ടിലേക്ക് മാറ്റുന്നതോടെ വിവാഹമായി. രക്തബന്ധത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹം രാജകുടുംബങ്ങളിൽ പതിവായിരുന്നു. രക്തശുദ്ധി നിലനിർത്താൻ വേണ്ടിയായിരുന്നു അത്. സഹോദരനും സഹോദരിയും തമ്മിലുള്ള വിവാഹം പോലും നടന്നിരുന്നു. ദൈവങ്ങളായ ഉസിരിസും ഐസിസും സഹോദരീ സഹോദരന്മാരും ദമ്പതികളുമാണെന്ന വിശ്വാസമായിരുന്നു അതിന്. എന്നാൽ സാധാരണക്കാർക്കിടയിൽ ഇതത്ര പതിവായിരുന്നില്ല. ഇനിയൊരു കാര്യം, ഈജിപ്ഷ്യന്മാർക്ക് മരണശേഷം തങ്ങളുടെ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുപോകണമെന്ന വാശി നമ്മൾ കണ്ടു. എന്നാൽ വളർത്തുമൃഗങ്ങളെയും അവർ വെറുതെ വിട്ടില്ല. പ്രിയപ്പെട്ട പൂച്ചയോ പട്ടിയോ മരിച്ചാൽ അതിനെ മമ്മിയാക്കി കൂടെ വയ്ക്കും. ചിലപ്പോൾ ഉടമസ്ഥൻ വരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന മൃഗത്തെ കൊന്ന് മമ്മിയാക്കി കൂടെ അടക്കം ചെയ്യാറുണ്ടായിരുന്നു. പരലോകത്ത് കൂട്ടിനാളുണ്ടാകാൻ വേണ്ടിയായിരുന്നു ഇത്. പാവം മൃഗങ്ങൾ. എന്നാൽ പിൽക്കാലത്ത് ഈ രീതി മാറി. മൃഗങ്ങളുടെ പ്രതിമകൾ വെച്ചാൽ മതിയെന്നായി. ജീവിച്ചിരിക്കുന്നവരെ കൊന്ന് മരിച്ചവർക്ക് കൂട്ടിനയക്കുന്ന ആ പ്രാകൃതമായ ആചാരത്തിൽ നിന്ന് പ്രതിമകളെ വെക്കുന്നതിലേക്ക് മാറിയത് മനുഷ്യന്റെ ചിന്താഗതിയിലുണ്ടായ മാറ്റമാണ് കാണിക്കുന്നത്. ശക്തി എന്നൊരു തരം ചെറിയ പ്രതിമകളെക്കുറിച്ച് പറയാം. മരിച്ചയാൾക്ക് പരലോകത്ത് ചെയ്യേണ്ടിവരുന്ന ജോലികൾ ചെയ്യാൻ വേണ്ടിയുള്ള പാവകളായിരുന്നു ഇവ. കൃഷി ചെയ്യുക, വെള്ളം കോരുക തുടങ്ങിയ കഠിന ജോലികൾ മരിച്ചയാൾക്ക് പകരം ഈ ശക്തികൾ ചെയ്തോളും എന്നായിരുന്നു വിശ്വാസം. ശവകുടീരങ്ങളിൽ 100 കണക്കിന് ശക്തികളെ കണ്ടെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ വർഷത്തിലെ 365 ദിവസത്തേക്കും ഓരോ ശക്തി വീതം. കൂടാതെ അവരെ നിയന്ത്രിക്കാൻ സൂപ്പർവൈസർ ശക്തികളും. പരലോക ജീവിതം സുഖകരമാക്കാൻ എന്തൊക്കെ തന്ത്രങ്ങൾ! വിശ്വാസങ്ങളുടെ ഈ ലോകത്തുനിന്ന് നമുക്ക് ശാസ്ത്രത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നോക്കാം. നക്ഷത്രങ്ങൾ മാത്രമല്ല, സമയമളക്കാനും അവർക്ക് കൃത്യമായ മാർഗങ്ങളുണ്ടായിരുന്നു. പകലത്തെ സമയമളക്കാൻ സൂര്യഘടികാരങ്ങൾ ഉപയോഗിച്ചു. ഒരു വടിയുടെ നിഴൽ നോക്കി സമയം പറയുന്ന വിദ്യ. എന്നാൽ രാത്രിയിലോ? അവിടെയാണ് ജലഘടികാരങ്ങൾ അഥവാ ക്ലെപ്സൈഡ്ര കടന്നുവരുന്നത്. അടിയിൽ ചെറിയൊരു ദ്വാരമുള്ള പാത്രത്തിൽ വെള്ളം നിറയ്ക്കും. വെള്ളം തുള്ളിതുള്ളിയായി താഴേക്ക് പോകുമ്പോൾ പാത്രത്തിനുള്ളിലെ അടയാളങ്ങൾ നോക്കി സമയം മനസ്സിലാക്കാം. കോടതികളിലും ക്ഷേത്രങ്ങളിലും ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. പ്രസംഗകർക്ക് സംസാരിക്കാനുള്ള സമയം നിശ്ചയിക്കാൻ കോടതിയിൽ ജലഘടികാരം ഉപയോഗിച്ചിരുന്നു എന്നത് രസകരമായ കാര്യമാണ്. വെള്ളം തീർന്നാൽ പ്രസംഗം നിർത്തണം. ഈജിപ്ഷ്യൻ കലണ്ടറിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ. 30 ദിവസമുള്ള 12 മാസങ്ങൾ, അങ്ങനെ 360 ദിവസം. ബാക്കി വരുന്ന 5 ദിവസങ്ങൾ അവർ എപ്പാഗോമെനൽ ഡേയ്സ് അഥവാ വിശേഷ ദിവസങ്ങളായി ആഘോഷിച്ചു. ദൈവങ്ങളുടെ ജന്മദിനങ്ങളായിട്ടാണ് ഈ 5 ദിവസങ്ങളെ കണ്ടിരുന്നത്.
ഒസിരിസ്, ഹോറസ്, സെത്ത്, ഐസിസ്, നെഫ്തിസ് എന്നീ ദൈവങ്ങളുടെ പിറന്നാൾ. ഈ ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നത് അശുഭകരമാണെന്ന് അവർ വിശ്വസിച്ചു. ഇന്നത്തെ നമ്മുടെ അവധി ദിവസങ്ങളുടെ ഒരു പഴയ പതിപ്പ്. ഇനി നമുക്ക് അവരുടെ ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ച് നോക്കാം. നൈൽ നദിയായിരുന്നു അവരുടെ ഹൈവേ. വടക്കോട്ടൊഴുകുന്ന നദിയിലൂടെ ഒഴുക്കിനൊപ്പവും തെക്കോട്ടു പോകാൻ കാറ്റിന്റെ സഹായത്തോടെ പായക്കപ്പലുകളിലും അവർ യാത്ര ചെയ്തു. വലിയ കല്ലുകൾ കൊണ്ടുപോകാൻ കൂറ്റൻ ബാർജുകൾ ഉപയോഗിച്ചു. കരയിൽ കഴുതകളെയായിരുന്നു ചരക്കുനീക്കത്തിന് ഉപയോഗിച്ചിരുന്നത്. ഒട്ടകങ്ങൾ ഈജിപ്തിലെത്തുന്നത് വളരെ വൈകിയാണ്. കുതിരകളെയും രഥങ്ങളെയും യുദ്ധത്തിനാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. ചക്രങ്ങൾ കണ്ടുപിടിച്ചത് സുമേറിയക്കാരാണെങ്കിലും അത് മെച്ചപ്പെടുത്തി ഭാരം കുറഞ്ഞതും വേഗമേറിയതുമായ രഥങ്ങൾ നിർമ്മിച്ചത് ഈജിപ്തുകാരാണ്. സ്പോക്സുള്ള ചക്രങ്ങൾ അവരുടെ സാങ്കേതിക തികവിന്റെ തെളിവാണ്. ആയുധ നിർമ്മാണത്തിലും അവർ പിന്നിലായിരുന്നില്ല. വെങ്കലം കൊണ്ടുള്ള വാളുകളും കഠാരങ്ങളുമായിരുന്നു ആദ്യകാലത്ത്. പിന്നീട് ഹിറ്റൈറ്റുകളുമായുള്ള യുദ്ധത്തിനു ശേഷമാണ് ഇരുമ്പിന്റെ ഉപയോഗം അവർ മനസ്സിലാക്കിയത്. ഖോപെഷ് എന്നൊരു പ്രത്യേകതരം വാൾ അവർക്കുണ്ടായിരുന്നു. അരിവാൾ പോലെയുള്ള ആകൃതി. ശത്രുവിന്റെ കയ്യിൽ നിന്ന് ആയുധം തട്ടിപ്പറിക്കാനും പരിചയുടെ മുകളിലൂടെ വെട്ടാനും ഇത് സഹായിച്ചു. ദൂരെ നിന്നെയ്യുന്ന അമ്പുകൾക്ക് മുനയിൽ വെങ്കലം പിടിപ്പിച്ചിരുന്നു. വിഷം പുരട്ടിയ അമ്പുകളും അവർ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. യുദ്ധം മാത്രമല്ല, സമാധാനത്തിനുള്ള ഉടമ്പടികളും അവർ ഉണ്ടാക്കിയിരുന്നു. ലോകത്തിലെ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ സമാധാന ഉടമ്പടി ഈജിപ്തും ഹിറ്റൈറ്റുകളും തമ്മിലുള്ളതാണ്. കാദഷ് യുദ്ധത്തിന് ശേഷം രാംസെസ് രണ്ടാമനും ഹിറ്റൈറ്റ് രാജാവും തമ്മിൽ ഒപ്പുവെച്ച കരാർ പരസ്പരം ആക്രമിക്കില്ലെന്നും ആരെങ്കിലും ആക്രമിച്ചാൽ പരസ്പരം സഹായിക്കുമെന്നും അതിൽ എഴുതിയിരുന്നു. ആ കരാറിന്റെ പകർപ്പ് ഇന്നും ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ ആദ്യ പാഠം. ഈജിപ്തുകാരുടെ ശുചിത്വബോധം പ്രശസ്തമാണ്. ദിവസവും കുളിക്കുന്നത് നിർബന്ധമായിരുന്നു. സോപ്പിനു പകരം നാട്രോൺ ഉപ്പും സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത മിശ്രിതം ഉപയോഗിച്ചു. എണ്ണ തേച്ചു കുളിക്കുന്നത് ചർമ്മം വരളാതിരിക്കാൻ സഹായിച്ചു. മരക്കമ്പുകൾ ചവച്ചരച്ചു ബ്രഷ് പോലെയാക്കി ഉപയോഗിച്ചു. വീടുകളിൽ കക്കൂസുകൾ ഉണ്ടായിരുന്നു എന്നത് അത്ഭുതമാണ്. കല്ലുകൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടവും താഴെ മണൽ നിറച്ച പാത്രവും. സമ്പന്നരുടെ വീടുകളിൽ കുളിമുറിയും കക്കൂസും വേറെ തന്നെ ഉണ്ടായിരുന്നു. മലിനജലം ഒഴുക്കിക്കളയാൻ ഓടകളും നിർമ്മിച്ചിരുന്നു. മരുന്നിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ച് പറയാൻ വിട്ടുപോയി. അതെ, പുരാതന ഈജിപ്തിൽ ഗർഭനിരോധനവും ഉണ്ടായിരുന്നു. മുതലയുടെ കാഷ്ഠവും തേനും പുളിപ്പിച്ച അക്കേഷ്യയുടെ ഇലകളും ചേർത്ത മിശ്രിതം സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നു. മുതലയുടെ കാഷ്ഠം കേൾക്കുമ്പോൾ അറപ്പു തോന്നാം. പക്ഷേ അതിലെ ക്ഷാരഗുണം ബീജങ്ങളെ നശിപ്പിക്കാൻ സഹായിച്ചിരുന്നുവെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. തേൻ ഒരു തടസ്സമായി പ്രവർത്തിക്കുകയും ചെയ്തു. എത്ര വിചിത്രമായ എന്നാൽ ഫലപ്രദമായ രീതികൾ! ഗർഭമുണ്ടോ എന്നറിയാനും അവർക്ക് വഴികളുണ്ടായിരുന്നു. ഗോതമ്പും ബാർലിയും നനച്ചുവെച്ച് അതിൽ മൂത്രമൊഴിക്കാൻ പറയും. മുളച്ചാൽ ഗർഭിണിയാണ്. ഗോതമ്പാണ് മുളയ്ക്കുന്നതെങ്കിൽ ആൺകുട്ടി, ബാർലിയാണെങ്കിൽ പെൺകുട്ടി. ഈ ടെസ്റ്റ് 70% കൃത്യമായിരുന്നുവെന്ന് പിൽക്കാല പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം ഗർഭിണിയുടെ മൂത്രത്തിലെ ഹോർമോണുകൾ വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കും. ലിംഗനിർണയം തെറ്റാവാം, എന്നാൽ ഗർഭനിരോധന ടെസ്റ്റ് എന്ന ആശയം അവിശ്വസനീയമാണ്. ഇനി നമുക്ക് അല്പം സംഗീതത്തിലേക്ക് വരാം. ഈജിപ്തുകാർ സംഗീതപ്രേമികളായിരുന്നു. മതചടങ്ങുകളിലും വിരുന്നുകളിലും ജോലിസ്ഥലത്തും സംഗീതം ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു. സിസ്ട്രം എന്നൊരു കിലുക്കാമ്പെട്ടി പോലുള്ള ഉപകരണം ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്നു. ഹാഥോർ ദേവിയെ സന്തോഷിപ്പിക്കാൻ ഇത് കുലുക്കുമായിരുന്നു. വീണ, ലയർ, ഊടക്കുഴൽ, ക്ലാരിനെറ്റ് എന്നിവയായിരുന്നു മറ്റു വാദ്യോപകരണങ്ങൾ. അന്ധരായ സംഗീതജ്ഞരെ അവർ ആദരിച്ചിരുന്നു. കാഴ്ചയില്ലാത്തവർക്ക് കേൾവിശക്തി കൂടുതലായിരിക്കുമെന്നും അവർക്ക് സംഗീതത്തിൻ്റെ ആത്മാവ് തൊട്ടറിയാൻ കഴിയുമെന്നും അവർ വിശ്വസിച്ചു. പല ചുവർചിത്രങ്ങളിലും അന്ധരായ ഹാർപ്പ് വായനക്കാരെ കാണാം. നൃത്തവും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും വെവ്വേറെയാണ് നൃത്തം ചെയ്തിരുന്നത്. ആക്രോബാറ്റിക്സ് പോലെയുള്ള പ്രകടനങ്ങളും അവർ നടത്തിയിരുന്നു. കറങ്ങിത്തിരിയുന്ന നൃത്തങ്ങൾ, എടുത്തുചാട്ടങ്ങൾ, എല്ലാം താളത്തിനൊത്ത്. വിലാപയാത്രകളിൽ നൃത്തം ചെയ്യുന്ന പതിവും ഉണ്ടായിരുന്നു. മരിച്ചയാളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണിത്. പ്രൊഫഷണൽ നർത്തകർ വിരുന്നുകളിൽ വന്ന് പ്രകടനം നടത്തിയിരുന്നു. അവർക്ക് നല്ല പ്രതിഫലവും ലഭിച്ചിരുന്നു. ഈജിപ്ഷ്യൻ സാഹിത്യം കവിതകളാലും കഥകളാലും സമ്പന്നമായിരുന്നു. സിനുഹയുടെ കഥ എന്നത് പ്രശസ്തമായ ഒരു കൃതിയാണ്. കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഒരു ഉദ്യോഗസ്ഥന്റെ കഥ. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങിവരാൻ അയാൾ ആഗ്രഹിക്കുന്നു. പ്രവാസി ജീവിതത്തിൻ്റെ നൊമ്പരവും മാതൃരാജ്യത്തോടുള്ള സ്നേഹവും അതിൽ നിറഞ്ഞു നിൽക്കുന്നു.
പ്രണയകഥകളും ധാരാളമുണ്ടായിരുന്നു. കാമുകിയെ സഹോദരി എന്നാണ് കവിതകളിൽ വിളിച്ചിരുന്നത്. അത് രക്തബന്ധത്തെയല്ല, മറിച്ച് ഹൃദയബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. എൻ്റെ ഹൃദയം നിന്നെ കാണുമ്പോൾ ചിറകടിക്കുന്നു എന്നൊക്കെയുള്ള വരികൾ ഇന്നും പ്രസക്തമാണ്. ഇനി നമുക്ക് ആ സമൂഹത്തിലെ കുട്ടികളുടെ ലോകത്തേക്കൊന്ന് നോക്കാം. കുട്ടികളെ ദൈവത്തിൻ്റെ ദാനമെന്നാണ് വിളിച്ചിരുന്നത്. വന്ധ്യത വലിയൊരു ശാപമായി കണ്ടിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ ധാരാളം കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. തടികൊണ്ടുള്ള പാവകൾ, പന്തുകൾ, കറങ്ങുന്ന പമ്പരങ്ങൾ. മുതിർന്നവരെ അനുകരിച്ച് കളിക്കാനായിരുന്നു അവർക്കിഷ്ടം. പെൺകുട്ടികൾ അമ്മമാരെപ്പോലെ പാവകളെ ഉറക്കിക്കിടത്തുകയും ആൺകുട്ടികൾ അച്ഛന്മാരെപ്പോലെ യുദ്ധം കളിക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അമ്മമാർ പലതരം മന്ത്രവാദങ്ങളും ഏലസുകളും ഉപയോഗിച്ചിരുന്നു. ശിശുമരണനിരക്ക് അക്കാലത്ത് വളരെ കൂടുതലായിരുന്നു. 5 വയസ്സുവരെ കുട്ടിക്ക് പേരിടാത്ത പതിവ് ചിലയിടങ്ങളിലുണ്ടായിരുന്നു. കാരണം അതുവരെ കുട്ടി ജീവിച്ചിരിക്കുമെന്നുറപ്പില്ലായിരുന്നു. ഈജിപ്തിലെ കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് നാണയങ്ങളില്ലായിരുന്നു എന്നറിയുമ്പോൾ അത്ഭുതം തോന്നും. ബാർട്ടർ സമ്പ്രദായം അഥവാ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയാണ് അവർ പിന്തുടർന്നിരുന്നത്. ഒരു ചാക്ക് ഗോതമ്പിന് 2 കുടം വൈൻ അല്ലെങ്കിൽ ഒരു ജോഡി ചെരുപ്പ്, അങ്ങനെയായിരുന്നു കണക്ക്. എന്നാൽ സാധനങ്ങളുടെ മൂല്യം അളക്കാൻ ഡെബൻ എന്നൊരു യൂണിറ്റ് ഉപയോഗിച്ചിരുന്നു. ഏകദേശം 90 ഗ്രാം ചെമ്പാണ് ഇതിൻ്റെ കണക്ക്. ഒരു സാധനത്തിന് എത്ര ഡെബൻ വില വരുമെന്ന് കണക്കാക്കിയാണ് കച്ചവടം നടത്തിയിരുന്നത്. പിൽക്കാലത്ത് ഗ്രീക്കുകാരുടെ സ്വാധീനം വന്നപ്പോഴാണ് നാണയങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. വിദേശ രാജ്യങ്ങളുമായി അവർക്ക് വലിയ കച്ചവട ബന്ധമുണ്ടായിരുന്നു. ലെബനനിൽ നിന്ന് ദേവദാരു മരങ്ങൾ, ആഫ്രിക്കയിൽ നിന്ന് സ്വർണവും ആനക്കൊമ്പും, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലാപ്പിസ് ലസൂലി എല്ലാം ഈജിപ്തിലേക്ക് ഒഴുകി. പുണ്ട് എന്നൊരു അത്ഭുത രാജ്യത്തേക്ക് ഹത്സെപ്സുത് രാജ്ഞി കപ്പലുകൾ അയച്ച കഥ പ്രശസ്തമാണ്. സുഗന്ധദ്രവ്യങ്ങൾക്കും അപൂർവ മരങ്ങൾക്കും മൃഗങ്ങൾക്കും വേണ്ടിയായിരുന്നു ആ യാത്ര. പുണ്ട് എവിടെയാണെന്ന് ഇന്നും കൃത്യമായി അറിയില്ല. എറിത്രിയയിലോ സോമാലിയയിലോ ആയിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത്. ആ യാത്രയുടെ ചിത്രങ്ങൾ രാജ്ഞിയുടെ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇനി പിരമിഡുകളുടെ ഉൾവശത്തേക്കൊന്ന് കയറാം. ഇടുങ്ങിയ വഴികളിലൂടെ കുനിഞ്ഞുമാത്രം നടക്കാൻ കഴിയുന്ന ഇടനാഴികൾ. വായുസഞ്ചാരം കുറവായതുകൊണ്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥ. ടോർച്ചിന്റെ വെളിച്ചത്തിൽ ചുവരുകളിൽ കാണുന്ന നിഴലുകൾ ഭയപ്പെടുത്തുന്നതാണ്. രാജാവിൻ്റെ ശവകുറയെത്തുന്നതുവരെ പലതരം തടസ്സങ്ങളുണ്ടാകും. വലിയ കരിങ്കൽ കട്ടകൾ കൊണ്ട് വഴി അടച്ചിട്ടുണ്ടാകും. കള്ളന്മാരെ വഴിതെറ്റിക്കാൻ അവസാനിക്കാത്ത കോണിപ്പടികൾ. ശവകുറയുടെ നടുവിൽ വലിയൊരു കൽത്തൊട്ടി, സാർക്കോഫഗസ്. അതിനുള്ളിലാണ് മമ്മി കിടക്കുന്നത്. പിരമിഡിനുള്ളിൽ എന്തെങ്കിലും പ്രത്യേക ഊർജമുണ്ടോ? പിരമിഡ് പവർ എന്നു പലരും പറയാറുണ്ട്. അതിനുള്ളിൽ വെച്ചാൽ ബ്ലേഡുകളുടെ മൂർച്ച പോകില്ലെന്നും ഭക്ഷണം ചീത്തയാകില്ലെന്നുമൊക്കെയുള്ള വാദങ്ങൾ. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആ നിർമ്മിതിയുടെ ജാമിതീയ രൂപത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് തോന്നിപ്പോകും. ഗിസയിലെ പിരമിഡിന്റെ വശങ്ങൾ കൃത്യമായി വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ദിശകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കോമ്പസ് ഇല്ലാത്ത കാലത്ത് ഇത്ര കൃത്യതയോടെ എങ്ങനെ ഇത് സാധിച്ചു? ഓറിയോൺ നക്ഷത്രത്തെ നോക്കിയാണ് അവർ ദിശ നിശ്ചയിച്ചതെന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ അതത്ര എളുപ്പമല്ല. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ മാറ്റം, പ്രിസഷൻ കാരണം നക്ഷത്രങ്ങളുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കണക്കുകൂട്ടിയാണോ അവർ പിരമിഡ് പണിതത്? അതോ അന്ന് ആകാശം വേറെയായിരുന്നോ? ഇനി മമ്മികളുടെ ശാപത്തെക്കുറിച്ച് കൂടുതൽ പറയാം. ടൈറ്റാനിക് മുങ്ങാൻ കാരണം അതിലുണ്ടായിരുന്ന ഒരു മമ്മിയാണെന്നൊരു കഥയുണ്ട്. ആ മമ്മിയുടെ പേര് നിർഭാഗ്യവതിയായ മമ്മി എന്നായിരുന്നു. ബ്രിട്ടീഷ് മ്യൂസിയത്തിലിരിക്കുന്ന ആ മമ്മി കവർ, ശരിക്കും മമ്മി അതിലില്ല, മൂടി മാത്രമേ ഉള്ളൂ. പലർക്കും ദുരന്തം വരുത്തിവെച്ചത്രേ. അവസാനം അത് ടൈറ്റാനിക്കിൽ കയറ്റി അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കപ്പൽ മഞ്ഞുമലയിലിടിച്ചത്. ഇതൊരു കെട്ടുകഥയാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ടെങ്കിലും ആളുകൾക്ക് ഇത്തരം കഥകളോടാണ് പ്രിയം. വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ എപ്പോഴും കൗതുകമുണർത്തുമല്ലോ. കെട്ടുകഥകൾക്കും വിശ്വാസങ്ങൾക്കുമപ്പുറം ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ചില യഥാർത്ഥ ദുരൂഹതകളുണ്ട്. ഉദാഹരണത്തിന്, അലമുറിയിടുന്ന മമ്മി, സ്ക്രീമിംഗ് മമ്മി. കെയ്റോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ മമ്മിയുടെ മുഖം ഒരു ഭയാനകമായ നിലവിളിയുടെ ഭാവത്തിലാണ്. വായ തുറന്ന് തല വെട്ടിച്ച് വേദന കൊണ്ട് പുളയുന്ന ഒരു രൂപം. ഇതാരാണ്? എന്തുപറ്റി ഇയാൾക്ക്? ആധുനിക DNA പരിശോധനകളും CT സ്കാനുകളും ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് രാംസസ് മൂന്നാമന്റെ മകനായ പെൻഡാവേർ രാജകുമാരൻ്റേതാകാം എന്നൊരു സിദ്ധാന്തമുണ്ട്. ഹാരം ഗൂഢാലോചനയിൽ അച്ഛനെതിരെ പങ്കാളിയായതിന് ശിക്ഷിക്കപ്പെട്ട രാജകുമാരൻ. അദ്ദേഹത്തെ വിഷം കൊടുത്തോ കഴുത്തുഞെരിച്ചോ കൊന്നതാകാം. അതല്ല, അദ്ദേഹം
ആത്മഹത്യ ചെയ്തതുമാകാം. മൃതദേഹം ശരിയായ രീതിയിൽ മമ്മീകരിക്കാതെ ആടിന്റെ തോലിൽ പൊതിഞ്ഞാണ് അടക്കം ചെയ്തിരുന്നത്. ആടിന്റെ തോൽ അശുദ്ധമായാണ് കണക്കാക്കിയിരുന്നത്. മരണാനന്തര ജീവിതം പോലും നിഷേധിക്കുന്ന ഒരുതരം ശിക്ഷ. ആ നിമിഷത്തിലെ ഭയവും വേദനയുമാകാം ആ മുഖത്ത് തങ്ങി നിൽക്കുന്നത്. ഇതുപോലെ തന്നെ ദുരൂഹമാണ് രാംസസ് രണ്ടാമന്റെ മമ്മിയുടെ കഥയും. നൂറ്റാണ്ടുകളോളം അദ്ദേഹത്തിന്റെ മമ്മി കാണാതായിരുന്നു. ശവകുടാർ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കാൻ പുരോഹിതന്മാർ തന്നെ പലതവണ മമ്മിയെ ഒളിപ്പിച്ചു വെച്ചു. അവസാനം 1881-ൽ ദെയ്ർ എൽ ബഹ്റി എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയ നിലയിൽ മറ്റു പല രാജകീയ മമ്മികൾക്കൊപ്പം രാംസസിന്റെ മമ്മിയും കണ്ടെത്തി. പക്ഷേ ആ മമ്മിയുടെ മൂക്കിന് ചെറിയൊരു കേടുപാടുണ്ടായിരുന്നു. മമ്മീകരണ സമയത്ത് മൂക്കിൽ തിരുക്കിവെച്ച വിത്തുകളും എല്ലിൻ കഷ്ണങ്ങളും പിന്നീട് മോഷ്ടിക്കപ്പെട്ടതായിരുന്നു അത്. 1970കളിൽ മമ്മിച്ച് പൂപ്പൽ പിടിച്ചപ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഫ്രാൻസിലേക്ക് അയക്കേണ്ടി വന്നു. ഒരു ഫറവോയുടെ മമ്മിക്ക് വിദേശയാത്രയ്ക്കായി ഈജിപ്ഷ്യൻ പാസ്പോർട്ട് വരെ ഉണ്ടാക്കി. കിങ് വിരമിച്ച എന്നായിരുന്നു തൊഴിൽ കോളത്തിൽ എഴുതിയത്. പാരീസിലെത്തിയ മമ്മിക്ക് പൂർണ്ണ സൈനിക ബഹുമതികളോടെയുള്ള സ്വീകരണമാണ് നൽകിയത്. ഒരു രാജാവിന് മരണശേഷവും ലഭിക്കുന്ന ആദരവ്. ഈജിപ്ഷ്യൻ സമൂഹത്തിൽ സ്ത്രീകളുടെ പദവിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഹട്ഷപ്സുത്തും ക്ലിയോപാട്രയും ഫറവോമാരായെങ്കിൽ മെരിറ്റ്പ്ത എന്ന ഒരു വനിതയെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ എന്ന് പലരും വിശേഷിപ്പിക്കുന്നു. അവരുടെ പേര് ഒരു ശവകുടാരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ മെരിറ്റ്പ്ത യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങളുണ്ട്. മെരിറ്റ്പ്ത എന്ന പേര് തെറ്റായി വായിച്ചതാണെന്നും പുതിയ പഠനങ്ങൾ പറയുന്നു. ചരിത്രമെന്നത് എപ്പോഴും തിരുത്തിയെഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരു പുതിയ കണ്ടെത്തൽ പഴയ ധാരണകളെ മുഴുവൻ മാറ്റിമറിക്കും. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു വലിയ ചോദ്യമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം എങ്ങനെയാണ് തകർന്നത്? ആയിരക്കണക്കിന് വർഷം നിലനിന്ന ഒരു സാമ്രാജ്യം എങ്ങനെയാണ് ഇല്ലാതായത്? അതിനൊറ്റ ഉത്തരമില്ല. പല കാരണങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ആ വീഴ്ച സംഭവിച്ചത്. തുടർച്ചയായ യുദ്ധങ്ങൾ ഈജിപ്തിനെ സാമ്പത്തികമായി തളർത്തി. പേർഷ്യക്കാർ, അസീറിയക്കാർ, ഗ്രീക്കുകാർ, ഒടുവിൽ റോമാക്കാർ. തുടർച്ചയായ അധിനിവേശങ്ങൾ അവരുടെ സ്വത്വം തന്നെ നഷ്ടപ്പെടുത്തി. ഉള്ളിൽ തന്നെ അധികാരവടംവലി രൂക്ഷമായി. ഫറവോയുടെ ശക്തി ക്ഷയിച്ചു. പുരോഹിതന്മാർ കൂടുതൽ ശക്തരായി. ക്ഷേത്രങ്ങൾക്ക് കൂടുതൽ ഭൂമി ലഭിച്ചതോടെ രാജ്യത്തിന്റെ സമ്പത്ത് അങ്ങോട്ടൊഴുകി. കാലാവസ്ഥാ വ്യതിയാനവും ഒരു പ്രധാന കാരണമായി. ചില കാലങ്ങളിൽ നൈൽ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായില്ല. വരൾച്ച കൃഷിയെ നശിപ്പിച്ചു, പട്ടിണിയിലേക്ക് നയിച്ചു. ജനങ്ങൾ ദുരിതത്തിലായപ്പോൾ അവർ ഫറവോയെ കുറ്റപ്പെടുത്തി. ദൈവത്തിന്റെ പ്രതിരൂപമായ ഫറവോയ്ക്ക് നദിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ദൈവം? ഈ പ്രതിസന്ധികൾക്കിടയിലേക്കാണ് അലക്സാണ്ടർ ചക്രവർത്തി കടന്നുവരുന്നത്. അദ്ദേഹം ഈജിപ്ത് കീഴടക്കി അലക്സാണ്ട്രിയ എന്ന നഗരം സ്ഥാപിച്ചു. അതോടെ ഈജിപ്തിൽ ഗ്രീക്ക് ഭരണത്തിന്റെ കാലം തുടങ്ങി. ടോളമി രാജവംശം ഈജിപ്ത് ഭരിച്ചു. ക്ലിയോപാട്ര ആ വംശത്തിലെ അവസാന കണ്ണിയായിരുന്നു. റോമൻ ആധിപത്യത്തിന് ശേഷം ക്രിസ്തുമതത്തിന്റെ വരവ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് അവസാനത്തെ ആണിയടിച്ചു. പഴയ ദൈവങ്ങളെയും ഹൈറോഗ്ലിഫിക്സിനെയും മമ്മീകരണത്തെയും പുതിയ മതം നിരാകരിച്ചു. ക്ഷേത്രങ്ങൾ പള്ളികളായി മാറി. ഹൈറോഗ്ലിഫിക്സ് എഴുതാനറിയുന്ന അവസാനത്തെ ആളും മരിച്ചതോടെ ആ അറിവ് ലോകത്തിന് നഷ്ടമായി. നൂറ്റാണ്ടുകളോളം ആരും വായിക്കാതെ ആ ചിത്രലിപി ഒരു രഹസ്യമായി തുടർന്നു. പിന്നീട് ഇസ്ലാം മതം വന്നതോടെ അറബി ഭാഷയും സംസ്കാരവും ഈജിപ്തിൽ വ്യാപിച്ചു. പുരാതന ഈജിപ്തിന്റെ ഓർമ്മകൾ മണലിനടിയിൽ മറഞ്ഞുപോയി. നെപ്പോളിയന്റെ പടയോട്ടം വരെ ലോകം അവരെ ഏതാണ്ട് മറന്നിരുന്നു. ഇനിയൊരു കൗതുകകരമായ വസ്തുതയിലേക്ക് വരാം. ഈജിപ്തുകാർക്ക് ബിയർ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവർ ബിയർ നിർമ്മാണത്തെ വളരെ ഗൗരവമായി കണ്ടിരുന്നു. അബിദോസ് എന്ന സ്ഥലത്ത് ലോകത്തിലെ ഏറ്റവും പഴയ ബിയർ ഫാക്ടറികളിലൊന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരേ സമയം 22,000 ലിറ്റർ ബിയർ വരെ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു ഭീമൻ നിർമ്മിതി. രാജകീയ ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയാകാം ഇത്രയധികം ബിയർ ഉണ്ടാക്കിയിരുന്നത്. മരിച്ചവർക്ക് മാത്രമല്ല, ചടങ്ങിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും കൊടുക്കാൻ. മറ്റൊരു രസകരമായ കാര്യം അവർക്ക് വളർത്തുമൃഗങ്ങളോടുണ്ടായിരുന്ന സ്നേഹമാണ്. പൂച്ചകളെയും നായ്ക്കളെയും മാത്രമല്ല, കുരങ്ങന്മാരെയും പക്ഷികളെയും മുതലകളെയും വരെ അവർ വീട്ടിൽ വളർത്തിയിരുന്നു. തുറ്റ്മോസ് മൂന്നാമന്റെ പ്രധാനമന്ത്രിയായിരുന്ന റെക്മിറയുടെ ശവകുടീരത്തിലെ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ കസേരയ്ക്ക് താഴെ ഒരു കുരങ്ങനെ ചങ്ങലയിട്ടിരിക്കുന്നത് കാണാം. അതൊരു സ്റ്റാറ്റസ് സിംബലായിരുന്നു. വിദേശത്തു നിന്ന് കൊണ്ടുവന്ന അപൂർവ മൃഗങ്ങളെ വളർത്തുന്നത് സമ്പന്നരുടെ ഒരു ഹോബിയായിരുന്നു. ഈജിപ്ഷ്യൻ സമൂഹത്തിൽ കുള്ളന്മാർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. അവരെ ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്.
അവർക്ക് ദൈവീകമായ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കപ്പെട്ടു. ബെസ് എന്ന കുള്ളനായ ദൈവം വീടുകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്ന ദൈവമായിരുന്നു. രാജകൊട്ടാരങ്ങളിൽ കുള്ളന്മാർക്ക് ഉയർന്ന സ്ഥാനങ്ങൾ നൽകിയിരുന്നു. അവർ സ്വർണ്ണപ്പണിക്കാരായും നർത്തകരായും രാജാവിൻ്റെ വിശ്വസ്തനായും ജോലി ചെയ്തിരുന്നു. ശാരീരികമായ വൈകല്യങ്ങൾ ഒരു കുറവായി അവർ കണ്ടിരുന്നില്ല എന്നതിൻ്റെ തെളിവാണിത്. ഇനി പിരമിഡുകൾക്കുള്ളിലെ വായുസഞ്ചാരത്തിനുള്ള വഴികൾ എന്ന് വിളിക്കുന്ന ചെറിയ തുരങ്കങ്ങളെക്കുറിച്ച് പറയാം. ഇത് വായുസഞ്ചാരത്തിനു വേണ്ടിയല്ല, മറിച്ച് ഫറവോയുടെ ആത്മാവിന് നക്ഷത്രങ്ങളിലേക്ക് പോകാനുള്ള വഴികളാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗിസയിലെ പിരമിഡിനുള്ളിലെ ഒരു ഷാഫ്റ്റ് കൃത്യമായി ഓറിയോൺ നക്ഷത്ര സമൂഹത്തിലേക്കും മറ്റൊന്ന് സിറിയസ് നക്ഷത്രത്തിലേക്കുമാണ് തിരിഞ്ഞിരിക്കുന്നത്. ആത്മാവ് ആകാശത്തേക്ക് യാത്ര ചെയ്യും എന്ന വിശ്വാസത്തിൻ്റെ ഭൗതികമായ രൂപം. ഈ ഷാഫ്റ്റുകളുടെ അറ്റത്ത് എന്താണെന്നറിയാൻ റോബോട്ടുകളെ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ അവർ കണ്ടെത്തിയത് ഒരു കൽവാതിലാണ്. ആ വാതിലിനപ്പുറം എന്താണ്? മറ്റൊരു രഹസ്യ അറയാണോ അതോ വെറും കല്ലുകളാണോ? ഗവേഷണം തുടരുന്നു. നമ്മളിന്ന് ഉപയോഗിക്കുന്ന കലണ്ടറിൻ്റെ അടിത്തറ ഈജിപ്ഷ്യൻ കലണ്ടറാണെന്നറിയാമോ? 365.25 ദിവസമാണ് ഒരു വർഷമെന്ന് അവർക്ക് ഏകദേശം ധാരണയുണ്ടായിരുന്നു. ജൂലിയസ് സീസർ ഈജിപ്തിൽ വരുമ്പോഴാണ് ഈ കലണ്ടറിനെക്കുറിച്ച് അറിയുന്നതും അത് റോമിൽ നടപ്പിലാക്കുന്നതും. അതാണ് ജൂലിയൻ കലണ്ടർ. പിന്നീട് പോപ്പ് ഗ്രിഗറി അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. അതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ. സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്കും നമ്മൾ ഈജിപ്തുകാരോട് കടപ്പെട്ടിരിക്കുന്നു. വിചിത്രമായ നിയമങ്ങളും വിശ്വാസങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഫറവോയുടെ ശരീരത്തിൽ ഒരു ഈച്ച പോലും ഇരിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അവർ അടിമകളുടെ ദേഹത്തെ തേൻ പുരട്ടി നിർത്തുമായിരുന്നു. ഈച്ചകൾ ആ അടിമയുടെ അടുത്തേക്ക് പോകുമല്ലോ. അതുപോലെ ഫറവോയുടെ തുപ്പൽ ശേഖരിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് പവിത്രമായിരുന്നു ഫറവോയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഓരോന്നും. ഈജിപ്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് കർണാക്ക്. 200 ഏക്കറിലധികം വിസ്തൃതിയുള്ള ഈ ക്ഷേത്രം നിർമ്മിക്കാൻ 2000 വർഷമെടുത്തു. ഓരോ ഫറവോയും അതിൽ തങ്ങളുടെ സംഭാവനകൾ നൽകി. കൂറ്റൻ തൂണുകളുള്ള വലിയ ഹാളുകൾ, സ്ഫിങ്സുകളുടെ നീണ്ട നിരകൾ, കൊത്തുപണികൾ നിറഞ്ഞ ചുമരുകൾ എല്ലാം സൂര്യദേവനായ അമുൺ റായ്ക്ക് വേണ്ടിയായിരുന്നു. രാത്രിയിൽ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒരു പ്രത്യേക അനുഭവമാണ്. ചരിത്രം ജീവൻ വെച്ച് നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നും. ഈജിപ്ഷ്യൻ നിർമ്മിതികളിൽ ഏറ്റവും വിസ്മയിപ്പിക്കുന്നത് ഒബലിസ്കുകളാണ്. ഒറ്റക്കല്ലിൽ തീർത്ത ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന സ്തൂപങ്ങൾ. സൂര്യരശ്മികളെ പ്രതിനിധീകരിക്കുന്നവയാണിവ. ഇതിൻ്റെ അറ്റത്ത് സ്വർണം അല്ലെങ്കിൽ ഇലക്ട്രം, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മിശ്രിതം പൊതിഞ്ഞിരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അത് തിളങ്ങും. അസ്വാൻ എന്ന സ്ഥലത്തെ ക്വാറികളിൽ നിന്ന് ഈ കൂറ്റൻ കല്ലുകൾ എങ്ങനെയാണ് നൈൽ നദിയിലൂടെ 100 കണക്കിന് കിലോമീറ്റർ ദൂരം കൊണ്ടുപോയത്? അത്ഭുതകരമായ സാങ്കേതികവിദ്യ തന്നെ. പൂർത്തിയാകാത്ത ഒബലിസ്ക് എന്നൊന്ന് അസ്വാനിൽ ഇന്നും കിടപ്പുണ്ട്. പണിക്കിടയിൽ കല്ലിൽ വിള്ളൽ വീണതുകൊണ്ട് ഉപേക്ഷിച്ചതാണ്. അത് പൂർത്തിയായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒബലിസ്ക് ആകുമായിരുന്നു. കല്ലെങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. പുരാതന ഈജിപ്തിലെ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് മധുരം വലിയ ഇഷ്ടമായിരുന്നു. തേനായിരുന്നു പ്രധാന മധുരം. തേൻ പോലെ മധുരമുള്ളവൻ എന്നത് ഒരു വലിയ പ്രശംസയായിരുന്നു. ഈന്തപ്പഴം, അത്തിപ്പഴം എന്നിവയും മധുരത്തിനുപയോഗിച്ചു. കേക്കുകളും പേസ്ട്രികളും അവർ ഉണ്ടാക്കിയിരുന്നു. പലഹാരങ്ങളുടെ രൂപങ്ങൾ മൃഗങ്ങളുടെയും ജാമിതീയ രൂപങ്ങളുടെയും ആകൃതിയിലായിരുന്നു. ആഘോഷവേളകളിൽ പലഹാരങ്ങൾ വിതരണം ചെയ്തിരുന്നു. ഈജിപ്തുകാർക്ക് സ്വന്തമായൊരു ജ്യോതിഷ സമ്പ്രദായമുണ്ടായിരുന്നു. ഒരാൾ ജനിക്കുന്ന ദിവസം അയാളുടെ വിധിയെ നിശ്ചയിക്കുമെന്ന് അവർ വിശ്വസിച്ചു. ചില ദിവസങ്ങൾ ഭാഗ്യമുള്ളവയും ചിലത് നിർഭാഗ്യവുമുള്ളവയുമാണ്. കലണ്ടറിൽ ഓരോ ദിവസവും നല്ലതാണോ ചീത്തയാണോ എന്ന് അടയാളപ്പെടുത്തിയിരുന്നു. നിർഭാഗ്യമുള്ള ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുകയോ യാത്ര ചെയ്യുകയോ ചെയ്യില്ല. ഇന്നത്തെ ദിവസം എഴുന്നേൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ചില ദിവസങ്ങളിൽ എഴുതിവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയെക്കുറിച്ച് ഓർക്കാം. പുരാതന ലോകത്തെ വിജ്ഞാനത്തിൻ്റെ കലവറ. ലക്ഷക്കണക്കിന് പാറ്റ്പറസ് ചുരുളുകൾ അവിടെ ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ അവിടെ പഠിക്കാനെത്തിയിരുന്നു. ഗണിതം, വാനശാസ്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം എല്ലാ അറിവുകളും അവിടെ സംഗമിച്ചു. എന്നാൽ ചരിത്രത്തിലെ വലിയൊരു ദുരന്തം ആ ലൈബ്രറിയുടെ നാശമാണ്. തീപിടുത്തത്തിൽ ആ അറിവുകൾ ചാമ്പലായി. ആരാണതിന് ഉത്തരവാദി? ജൂലിയസ് സീസറാണോ, ക്രിസ്ത്യൻ മതഭ്രാന്തന്മാരാണോ, അതോ അറബ് ആക്രമണകാരികളാണോ? പലരും പലരെയും കുറ്റപ്പെടുത്തുന്നു. എന്തായാലും മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടത് വിലമതിക്കാനാവാത്ത അറിവുകളാണ്. ആ ചുരുളുകളിലുണ്ടായിരുന്ന രഹസ്യങ്ങൾ നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല.
ക്ലിയോപാട്രയുടെ കാലഘട്ടത്തിൽ ഈജിപ്റ്റ് ഒരു സാംസ്കാരിക സംഗമഭൂമിയായിരുന്നു. ഈജിപ്ഷ്യൻ, ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങൾ അവിടെ കൂടിക്കലർന്നു. അലക്സാണ്ട്രിയ നഗരം അതിനുദാഹരണമായിരുന്നു. വീതിയേറിയ തെരുവുകൾ, മാർബിൾ കൊട്ടാരങ്ങൾ, ലൈറ്റ് ഹൗസ്, ഫാറോസ്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു അലക്സാണ്ട്രിയയിലെ ലൈറ്റ് ഹൗസ്. കപ്പലുകൾക്ക് വഴികാട്ടാൻ രാത്രിയിൽ തീയും പകൽ സമയത്ത് കണ്ണാടി ഉപയോഗിച്ച് സൂര്യപ്രകാശവും പ്രതിഫലിപ്പിച്ചിരുന്നു. ഭൂകമ്പത്തിൽ തകർന്നുപോയ ആ നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ കടലിനടിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ മതത്തിൽ പുനർജന്മത്തിൽ വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ആത്മാവ് അനശ്വരമാണെന്ന് വിശ്വസിച്ചു. മരിച്ചയാൾക്ക് തന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ കഴിയുമെന്ന് അവർ കരുതി. അതുകൊണ്ടാണ് വീടുകളിൽ പൂർവികരുടെ പ്രതിമകൾ വച്ചിരുന്നത്. അവർക്ക് ഭക്ഷണം വിളമ്പുന്ന പതിവുമുണ്ടായിരുന്നു. ലെറ്റേഴ്സ് ടു ദ ഡെഡ് എന്നൊരു രസകരമായ ആചാരമുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് കത്തുകൾ എഴുതും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായം ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പരാതികൾ പറഞ്ഞുകൊണ്ടോ. എന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് മരിച്ചുപോയ ഭർത്താവിനോട് ചോദിക്കുന്ന ഒരു കത്ത് കണ്ടെത്തിയിട്ടുണ്ട്. മരിച്ചവർ തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. മമ്മി സിനിമകളിൽ കാണുന്നതുപോലെ സ്കാരാബ് വണ്ടുകൾക്ക് അഥവാ ചാണകവണ്ടിന് ഈജിപ്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. സൂര്യദൈവമായ ഖെപ്രിയുടെ രൂപമായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. ചാണകവണ്ട് ചാണകക്കട്ട ഉരുട്ടിക്കൊണ്ടുപോകുന്നതുപോലെ ഖെപ്രി സൂര്യനെ ആകാശത്തിലൂടെ ഉരുട്ടിക്കൊണ്ടുപോകുന്നു എന്നവർ സങ്കൽപ്പിച്ചു. പുനരുജ്ജീവനത്തിന്റെ പ്രതീകമായിരുന്നു അത്. മമ്മികളുടെ നെഞ്ചിൽ സ്കാരാബ് ആകൃതിയിലുള്ള തകിടുകൾ വയ്ക്കാറുണ്ടായിരുന്നു, ഹൃദയത്തെ സംരക്ഷിക്കാൻ. ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ കാണാതായ ഒരു സൈന്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പേർഷ്യൻ രാജാവായ ക്യാംബൈസസ് സിവ ഒയാസിസിലെ അമുൻ ക്ഷേത്രം നശിപ്പിക്കാൻ 50,000 പേരുള്ള ഒരു സൈന്യത്തെ അയച്ചു. മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്കിടയിൽ ഒരു വലിയ മണൽക്കാറ്റ് വീശുകയും ആ സൈന്യം മുഴുവൻ മണലിനടിയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാണ് കഥ. ഹെറോഡോട്ടസാണ് ഈ കഥ പറയുന്നത്. നൂറ്റാണ്ടുകളായി പലരും ആ സൈന്യത്തെ തിരഞ്ഞു നടന്നു. മണൽ തീരങ്ങളിൽ എവിടെയോ 50,000 അസ്ഥികൂടങ്ങളും അവരുടെ ആയുധങ്ങളും ഉറങ്ങിക്കിടക്കുന്നുണ്ടാകാം. സത്യമാണോ അതോ മറ്റൊരു കെട്ടുകഥയോ? മരുഭൂമി അതിൻ്റെ രഹസ്യങ്ങൾ വിട്ടുതരില്ല. പുരാതന ഈജിപ്തിലെ ഏറ്റവും സങ്കീർണമായ ആശയങ്ങളിലൊന്നാണ് മാത് എന്നത്. സത്യം, നീതി, സന്തുലനം, ക്രമം എന്നീ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു തത്വശാസ്ത്രമാണിത്. മാത് എന്ന ദേവതയെ തലയിൽ ഒരു ഒട്ടകപ്പക്ഷി തൂവലുമായി ചിത്രീകരിക്കുന്നു. പരലോകത്തിലെ വിചാരണയിൽ ഹൃദയം തുലാസിൽ തൂക്കുമ്പോൾ എതിർവശത്ത് വയ്ക്കുന്നത് മാത്തിന്റെ തൂവലാണ്. ഹൃദയം ആ തൂവലിനേക്കാൾ ഭാരമുണ്ടെങ്കിൽ പാപങ്ങളുണ്ട് എന്നർത്ഥം. അപ്പോൾ അമ്മിത് എന്ന രാക്ഷസി ആ ഹൃദയം വിഴുങ്ങും, ആത്മാവ് നശിക്കും. ഫറവോയുടെ പ്രധാന കടമ മാത് നിലനിർത്തുക എന്നതായിരുന്നു. അരാജകത്വത്തിനെതിരായ ക്രമത്തിന്റെ സംരക്ഷണം. ഈജിപ്തിലെ ലോഹപണി വിസ്മയകരമായിരുന്നു. സ്വർണത്തിൽ മാത്രമല്ല, വെങ്കലത്തിലും അവർ കഴിവ് തെളിയിച്ചു. എന്നാൽ ഇരുമ്പ് സാങ്കേതികവിദ്യ അവരെ വൈകിയാണെത്തിയത്. അവർ ഇരുമ്പിനെ ആകാശത്തിൽ നിന്നുള്ള ലോഹം എന്ന് വിളിച്ചിരുന്നു. കാരണം ഉൽക്കാശിലകളിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പാണ് ആദ്യം അവർക്ക് ലഭിച്ചത്. ടുട്ടൻഖാമന്റെ ശവകുടീരത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഇരുമ്പ് കഠാര ഉൽക്കാശില ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് ശാസ്ത്രീയ പരിശോധന തെളിയിച്ചിട്ടുണ്ട്. ഒരു രാജാവിന് ആകാശത്തിൽ നിന്ന് വീണ ലോഹം കൊണ്ടുള്ള ആയുധം. ഈജിപ്ഷ്യൻ സ്ത്രീകൾക്ക് സ്വത്തവകാശം, വിവാഹമോചനാവകാശം, വ്യാപാരാവകാശം എല്ലാം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ വിവാഹത്തെക്കുറിച്ച് കൂടുതൽ രസകരമായ കാര്യങ്ങളുണ്ട്. വിവാഹം ഒരു മതപരമായ ചടങ്ങായിരുന്നില്ല, സാമൂഹികവും നിയമപരമായ ഒരു കരാറായിരുന്നു. പ്രണയവിവാഹങ്ങൾ സാധാരണമായിരുന്നു. പ്രണയകവിതകൾ പാപ്പിരസുകളിൽ എഴുതി വച്ചിരിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ ഹൃദയം നിന്റെ വാക്കുകൾക്കായി കാത്തിരിക്കുന്നു എന്നും നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം ഒരു പക്ഷിയെപ്പോലെ പറക്കുന്നു എന്നും അവർ എഴുതിയിട്ടുണ്ട്. 4000 വർഷം മുൻപുള്ള പ്രണയം ഇന്നത്തെ പ്രണയത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം രാജകുടുംബങ്ങളിൽ പതിവായിരുന്നു. രാജകീയ രക്തം ശുദ്ധമായി നിലനിർത്താനായിരുന്നു അത്. ക്ലിയോപാട്ര തൻ്റെ സഹോദരനെ വിവാഹം കഴിച്ചു എന്നത് ഒരു ഉദാഹരണം. പക്ഷേ സാധാരണക്കാർക്കിടയിൽ ഇത് സ്വീകാര്യമായിരുന്നില്ല. സഹോദരൻ, സഹോദരി എന്നീ വാക്കുകൾ പലപ്പോഴും ഭാര്യഭർത്താക്കന്മാരെ പരാമർശിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണം. ഇനി മരുപച്ചകളെക്കുറിച്ച് പറയാം. ശരീരത്തിൽ മാന്ത്രിക പ്രതീകങ്ങൾ പച്ചകുത്തുന്നത് അവർക്ക് പതിവായിരുന്നു.
ബെസ് ദേവത്തിന്റെ ചിത്രം തുടയിൽ പച്ച കുത്തിയിരുന്ന സ്ത്രീകളുടെ മമ്മികൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രസവവേദന കുറയ്ക്കാനും ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനുമായിരുന്നു ഇത്. നർത്തകികൾ, സംഗീതജ്ഞർ, ഹഥോർ ദേവിയുടെ പൂജാരികൾ എന്നിവർക്ക് മരുപച്ചകൾ സാധാരണമായിരുന്നു. ഐ ഓഫ് ഹോറസ്, ലോട്ടസ് പൂക്കൾ, ജാമിതീയ രൂപങ്ങൾ എന്നിവ പ്രിയപ്പെട്ട ഡിസൈനുകളായിരുന്നു. ഈജിപ്ഷ്യൻ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് പറഞ്ഞു. എന്നാൽ അവരുടെ ചാരവൃത്തി സംവിധാനം വളരെ വികസിതമായിരുന്നു. മെഡ്ജായ് പോലീസ് സേനയുടെ ഒരു ഡിവിഷൻ രഹസ്യാന്വേഷണത്തിനായി നീക്കിവച്ചിരുന്നു. ശത്രു രാജ്യങ്ങളിൽ ചാരന്മാരെ നുഴഞ്ഞുകയറ്റുന്നതും വിവരശേഖരണവും അവർ ചെയ്തിരുന്നു. യുദ്ധത്തിനു മുൻപ് ശത്രുവിനെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കുകയും തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. നാടോടികളായ ബദുവീൻ ഗോത്രങ്ങളെ ചാരന്മാരായി നിയമിച്ചിരുന്നതായും തെളിവുകളുണ്ട്. അവർക്ക് മരുഭൂമിയിലെ എല്ലാ വഴികളും അറിയാമായിരുന്നു. ഇനി ഈജിപ്ഷ്യൻ വാസ്തുവിദ്യയിലെ ഒരു അദ്ഭുത സങ്കേതത്തെക്കുറിച്ച്, അക്കൂസ്റ്റിക്സിനെക്കുറിച്ച്. ക്ഷേത്രങ്ങളുടെ ഡിസൈൻ ശബ്ദത്തെ വർദ്ധിപ്പിക്കാനോ നിയന്ത്രിക്കാനോ രൂപകൽപ്പന ചെയ്തിരുന്നു. ഉദാഹരണത്തിന്, ഹഥോർ ക്ഷേത്രത്തിലെ ചില സ്തംഭങ്ങൾ അടിച്ചാൽ വ്യത്യസ്ത സംഗീത സ്വരങ്ങളുണ്ടാകും. ഓരോ സ്തംഭവും ഒരു വ്യത്യസ്ത നോട്ട്. ഇത് മനഃപൂർവ്വം ഡിസൈൻ ചെയ്തതാണോ എന്ന് തീർച്ചയില്ല, പക്ഷെ പുരോഹിതന്മാർ അത് മാന്ത്രികതയായി ഉപയോഗിച്ചിരുന്നു. വലിയ ഹാളുകളുടെ രൂപകൽപ്പന വിധിൽ പുരോഹിതന്റെ സ്വരം മുഴുവൻ ക്ഷേത്രത്തിലും കേൾക്കുമായിരുന്നു. ഈജിപ്ഷ്യൻ ജീവിതത്തിൽ മന്ത്രവാദത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ഹെക്ക എന്നാണ് അവർ മാന്ത്രികതയെ വിളിച്ചിരുന്നത്. ഇത് തിന്മയായി കണ്ടിരുന്നില്ല, മറിച്ച് പ്രകൃതിയുടെ ശക്തികളെ നിയന്ത്രിക്കുന്ന ഒരു ശാസ്ത്രമായി. ഡോക്ടർമാരും പുരോഹിതന്മാരും മാന്ത്രികന്മാരും പലപ്പോഴും ഒരേ ആളുകളായിരുന്നു. രോഗം ചികിത്സിക്കുമ്പോൾ മരുന്നിനൊപ്പം മന്ത്രങ്ങളും ഉപയോഗിച്ചു. മാന്ത്രിക സ്പെല്ലുകളുടെ പുസ്തകങ്ങളുണ്ടായിരുന്നു. ഓരോ പ്രശ്നത്തിനും ഒരു സ്പെല്ല്. ഹാരി പോട്ടർ സീരീസിലെ സ്പെൽ ബുക്കുകളെപ്പോലെ. ഈജിപ്തിലെ ഖനനങ്ങൾ അപകടകരമായിരുന്നു. സ്വർണം, ചെമ്പ്, ടർക്കോയ്സ് എന്നിവയുടെ ഖനികളിൽ പ്രവർത്തിച്ചിരുന്നത് മിക്കവാറും യുദ്ധത്തടവുകാരും അടിമകളുമായിരുന്നു. സിനായ് പെനിൻസുലയിലെ ടർക്കോയ്സ് ഖനികൾ പ്രത്യേകിച്ച് കഠിനമായിരുന്നു. വരൾച്ചയും ചൂടും അപകടകരമായ ജോലി സാഹചര്യങ്ങളും. പലരും അവിടെ മരിച്ചിരുന്നു. ഖനിത്തൊഴിലാളികളുടെ ആരാധന നിലയങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ഹഥോർ ദേവിയോട് സംരക്ഷണം പ്രാർത്ഥിച്ചിരുന്നു. സുഗന്ധദ്രവ്യങ്ങൾ ഈജിപ്തിൽ വലിയ വിലയുള്ളവയായിരുന്നു. ധൂപവർഗ്ഗങ്ങൾ, സുഗന്ധതൈലങ്ങൾ, പരിമളദ്രവ്യങ്ങൾ, പ്രത്യേകിച്ച് കൈഫി എന്നൊരു സുഗന്ധമിശ്രിതം. സൊമാലിയയിൽ നിന്ന് കൊണ്ടുവരുന്ന സുഗന്ധവർഗ്ഗങ്ങൾ വളരെ വിലപിടിപ്പുള്ളവയായിരുന്നു. ഹത്ഷെപ്സുത് രാജ്ഞി പണ്ടിലേക്കൊരു വലിയ പര്യവേക്ഷണം നടത്തി. അവിടെ നിന്ന് ഫ്രാങ്കിൻസെൻസ് വൃക്ഷങ്ങൾ തന്നെ കൊണ്ടുവന്ന് ഈജിപ്തിൽ നട്ടുപിടിപ്പിച്ചു. അതൊരു തരം സാമ്പത്തിക നതന്ത്രമായിരുന്നു. ഇനി ഈജിപ്ഷ്യൻ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളെക്കുറിച്ച് പറയാം. തടികൊണ്ടുള്ള മൃഗങ്ങൾ, പാവകൾ, പന്തുകൾ, ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ എന്നിവ അവർക്കുണ്ടായിരുന്നു. സിംഹത്തിന്റെ വായ തുറക്കുന്ന സെനേറ്റ് എന്ന ബോർഡ് ഗെയിം കളിച്ചിരുന്നു. പ്രായപൂർത്തിയായവർക്കിടയിലും ഇത് ജനപ്രിയമായിരുന്നു. നാണയ കഷ്ണങ്ങളും ചെസ്സ് പോലെയുള്ള കളികളും അവർക്കുണ്ടായിരുന്നു. കുട്ടികളുടെ ശവകുടീരങ്ങളിൽ അവരുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങൾ കൊടുത്തയക്കുന്ന ആചാരമുണ്ടായിരുന്നു. പരലോകത്തും അവർക്ക് കളിക്കാൻ കഴിയണം എന്നായിരുന്നു ആശയം. ഈജിപ്ഷ്യൻ സമൂഹത്തിൽ വാർദ്ധക്യത്തെ ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. മുതിർന്നവരുടെ അഭിപ്രായം വിലമതിച്ചിരുന്നു. പ്രായമായവരെ കുടുംബം പരിപാലിച്ചിരുന്നു. നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, അങ്ങനെ നിന്റെ ദിവസങ്ങൾ ദീർഘമാകും എന്ന ഉപദേശം അവർക്കുണ്ടായിരുന്നു. ഇതുപോലുള്ള ധാർമ്മിക ഉപദേശങ്ങൾ മാക്സിംസ് എന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ. അനുബിസ് ദൈവത്തെ നായയുടെ തലയോടുകൂടിയാണ് ചിത്രീകരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ അതൊരു കുറുനരിയാണെന്ന് വാദിക്കുന്നു. മരണത്തിൻ്റെയും മമ്മീകരണത്തിൻ്റെയും ദൈവമാണ് അനുബിസ്. ശവകുടീരങ്ങളിൽ കഴുകന്മാരും കുറുനരികളും അലഞ്ഞുതിരിയുന്നത് കണ്ട് അവരെ മരണവുമായി ബന്ധപ്പെടുത്തിയതാകാം. അനുബിസ് ഹൃദയം തുലാസിൽ തൂക്കുന്ന ചടങ്ങിന് അധ്യക്ഷനായിരുന്നു. നിന്റെ ജീവിതം എത്ര നന്മയോടെയാണ് നയിച്ചത് എന്ന് നിർണയിക്കുന്നത് അവനാണ്. ഈജിപ്തിലെ കാലാവസ്ഥ ചൂടുള്ളതായിരുന്നെങ്കിലും ചില സ്ഥലങ്ങളിൽ തണുപ്പനുഭവപ്പെടും. രാത്രികാലങ്ങളിൽ മരുഭൂമി തണുക്കും. അവർ കമ്പിളി ആവരണങ്ങളും ലിനൻ പുതപ്പുകളും ഉപയോഗിച്ചിരുന്നു. വീടുകൾ രൂപകൽപ്പന ചെയ്തത് ചൂട് കുറയ്ക്കുന്ന രീതിയിലായിരുന്നു. കട്ടിയുള്ള ചുമരുകൾ, ചെറിയ ജാലകങ്ങൾ, പരന്ന മേൽക്കൂരകൾ. മേൽക്കൂരയിൽ രാത്രികാലങ്ങളിൽ ഉറങ്ങുന്ന പടിവുണ്ടായിരുന്നു, തണുത്ത കാട്ടുകിട്ടാൻ. ഈജിപ്ഷ്യൻ കൈപ്പണികളിൽ ഒന്നാണ് കാർട്ടൂഷുകൾ. രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും പേരുകൾ എഴുതിയ ഓവൽ ആകൃതിയിലുള്ള ഫ്രെയിമുകൾ. ഇത് അവരുടെ പേര് എന്നേക്കുമായി സംരക്ഷിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്നു.
പേര് നശിപ്പിക്കുക എന്നത് ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു. അതുകൊണ്ടാണ് അഖ്യനാട്ടനെ പോലുള്ളവരുടെ പേര് ശവകുടീരങ്ങളിൽ നിന്ന് മാച്ചു കളഞ്ഞത്. ചരിത്രത്തിൽ നിന്ന് തന്നെ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം. ഇന്ന് നമ്മൾ കാർട്ടൂഷുകൾ ആഭരണങ്ങളായി ധരിക്കുന്നു, പേര് അതിലെഴുതിയിട്ട്. ഒരു പുരാതന പാരമ്പര്യത്തിന്റെ തുടർച്ച. ഈജിപ്ഷ്യൻ സമൂഹത്തിൽ നൃത്തത്തിനും സംഗീതത്തിനും വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഹാർപ്പ്, ല്യൂട്ട്, ഫ്ലൂട്ട്, ഡ്രംസ് എന്നീ വാദ്യോപകരണങ്ങൾ അവർക്കുണ്ടായിരുന്നു. വിരുന്നുകളിലും ആഘോഷങ്ങളിലും നർത്തകികളും സംഗീതജ്ഞരും പ്രകടനം നടത്തുമായിരുന്നു. സ്ത്രീകൾ കൂടുതലും നർത്തകികളും സംഗീതജ്ഞരുമായിരുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേകം പരിശീലനം നൽകിയ നർത്തകികൾ ദൈവങ്ങൾക്കായി നൃത്തം ചെയ്യുമായിരുന്നു. പിരമിഡുകൾ നിർമ്മിച്ചത് അടിമകളാണെന്ന തെറ്റിദ്ധാരണ ലോകമെമ്പാടും പ്രചരിച്ചിട്ടുണ്ട്. എന്നാൽ സത്യമതല്ല. വൈദഗ്ധ്യമുള്ള തൊഴിലാളികളും കർഷകരും അഥവാ കൃഷിക്കാലമില്ലാത്തപ്പോൾ പിരമിഡുകൾ പണിതു. അവർക്ക് ശമ്പളം കിട്ടിയിരുന്നു, ആരോഗ്യ സംരക്ഷണമുണ്ടായിരുന്നു. തൊഴിലാളി ക്യാമ്പുകളിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. പണിപ്പുരയിൽ അപകടത്തിൽപ്പെട്ടവർക്ക് ചികിത്സ കിട്ടിയിരുന്നു. ഇതൊരു നാഷണൽ പ്രോജക്റ്റായിട്ടാണ് കണ്ടിരുന്നത്. ഫറവോയുടെ മരണാനന്തര ജീവിതം ഉറപ്പാക്കുന്നത് രാജ്യത്തിന്റെ സമൃദ്ധി ഉറപ്പാക്കുന്നതിനാണ് എന്ന വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തൊഴിലാളികൾ അഭിമാനത്തോടെയാണ് പിരമിഡ് നിർമ്മാണത്തിൽ പങ്കെടുത്തത്. ഈജിപ്തിലെ പാചകരീതി വൈവിധ്യപൂർണമായിരുന്നു. ബ്രെഡ്, ബിയർ, സ്യൂ അഥവാ മാംസവും പച്ചക്കറികളും ചേർത്ത് വേവിച്ചത്, വറുത്ത താറാവ്, മത്സ്യം എന്നിവ പ്രധാനമായിരുന്നു. സമ്പന്നർ തേനിൽ കുതിർത്ത പലഹാരങ്ങൾ, വൈൻ, ഒട്ടകപക്ഷിയുടെ മുട്ട എന്നിവ കഴിച്ചിരുന്നു. വെളുത്തുള്ളി, ഉള്ളി, ചീര തുടങ്ങിയ പച്ചക്കറികൾ എല്ലാവർക്കും ലഭ്യമായിരുന്നു. പിരമിഡ് പണിത തൊഴിലാളികൾക്ക് ദിവസവും വെളുത്തുള്ളി, ഉള്ളി, റാഡിഷ് എന്നിവ കൊടുത്തിരുന്നു എന്ന് ഹെറോഡോട്ടസ് പറയുന്നു. അണുബാധകൾ തടയാനും ശക്തി വർദ്ധിപ്പിക്കാനും ഇവ സഹായിച്ചു. ഈജിപ്ഷ്യൻ മതത്തിലെ ഒരു രസകരമായ ആശയമാണ് ബാ. ഇത് വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. മനുഷ്യന്റെ തലയും പക്ഷിയുടെ ശരീരവുമുള്ള ഒരു ജീവിയായി ഇതിനെ ചിത്രീകരിക്കുന്നു. മരണശേഷം ബാ ശരീരത്തിൽ നിന്ന് പുറത്തുപോകും. പകൽ സമയത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കും, രാത്രിയിൽ മമ്മിയിലേക്ക് മടങ്ങിവരും. ശവകുടീരങ്ങളിൽ ബായ്ക്ക് പ്രവേശിക്കാൻ വ്യാജവാതിലുകൾ ഉണ്ടാക്കിയിരുന്നു. ചുവരിൽ വരച്ച വാതിലുകൾ. ആത്മീയ ലോകത്ത് അത് യഥാർത്ഥ വാതിലുകളായി മാറും. ക എന്നത് മറ്റൊരാത്മീയ ആശയമായിരുന്നു. ഇത് ജീവശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. ജനന സമയത്ത് ദൈവം ഓരോ മനുഷ്യനും കായെ നൽകുന്നു. മരണശേഷം കായ്ക്ക് ഭക്ഷണവും പാനീയവും ആവശ്യമാണ്. അതുകൊണ്ടാണ് ശവകുടീരങ്ങളിൽ ഭക്ഷണം വെക്കുന്നത്. ക എന്ന വാക്ക് കൈകൾ മുകളിലേക്ക് ഉയർത്തിയ ഹൈറോഗ്ലിഫായി എഴുതുന്നു, ഒരാലിംഗനം പോലെ. ഈജിപ്ഷ്യൻ ജ്യോതിശാസ്ത്രം വളരെ വികസിതമായിരുന്നു. അവർ 5 ഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞു: ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ഏതിനും ദൈവങ്ങളുമായി ബന്ധപ്പെടുത്തി. ബുധനെ സെത്ത് എന്നും വ്യാഴത്തെ ഹോറസ് എന്നും വിളിച്ചു. നക്ഷത്ര നിരീക്ഷണാലയങ്ങൾ വരെ അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാർ നക്ഷത്ര ചലനങ്ങൾ രേഖപ്പെടുത്തി കൃത്യമായ കലണ്ടറുകൾ തയ്യാറാക്കി. സിറിയസ് നക്ഷത്രത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ടായിരുന്നു. ഓരോ വർഷവും നൈൽ വെള്ളപ്പൊക്കത്തിന് തൊട്ടുമുൻപ് സിറിയസ് നക്ഷത്രം ഉദയത്തിന് തൊട്ടുമുൻപ് കാണപ്പെടും. ഇത് പുതുവർഷത്തിന്റെ തുടക്കമായിരുന്നു. സോത്തിക് സൈക്കിൾ എന്ന ഒരു 4161 വർഷത്തെ ജ്യോതിശാസ്ത്ര ചക്രം അവർ കണക്കാക്കിയിരുന്നു. എത്ര സങ്കീർണമായ കണക്കുകൂട്ടലുകൾ! ഈജിപ്ഷ്യൻ പുരാണങ്ങളിലെ സൃഷ്ടിക്കഥകൾ അതിമനോഹരമാണ്. ആറ്റം അഥവാ അഡും എന്ന ആദിദൈവം നൂൻ എന്ന ആദികാല സമുദ്രത്തിൽ നിന്ന് ഉയർന്നുവരുന്നു. അവൻ തൻ്റെ ശക്തി കൊണ്ട് ഷൂ എന്ന പുത്രനെയും ടെഫ്നട്ട് എന്ന ഈർപ്പം എന്ന പുത്രിയെയും സൃഷ്ടിക്കുന്നു. അവരിൽ നിന്ന് ഗേബ് എന്ന മകനും നട്ട് എന്ന മകളും ജനിക്കുന്നു. ഗേബും നട്ടും പരസ്പരം വളരെ സ്നേഹിച്ചു. അവരെപ്പോഴും ആലിംഗനത്തിലായിരുന്നു. ഷൂവിന് അസൂയ തോന്നി. അവൻ തൻ്റെ മക്കളെ വേർപെടുത്തി. നട്ടിനെ മുകളിലേക്ക് ഉയർത്തി ആകാശമാക്കി, ഗേബിനെ താഴെ കിടത്തി ഭൂമിയാക്കി. അതുകൊണ്ടാണ് ഈജിപ്ഷ്യൻ കലയിൽ ആകാശദേവത സ്ത്രീയും ഭൂമിദേവൻ പുരുഷനുമായി ചിത്രീകരിക്കുന്നത്. മറ്റു സംസ്കാരങ്ങളിൽ ഇത് തിരിച്ചാണ് സാധാരണ. ഒസിറിസ്, ഐസിസ്, സെയ്ത്ത്, നെഫ്തിസ് എന്നീ 4 പ്രധാന ദൈവങ്ങൾ ഗേബിന്റെയും നട്ടിന്റെയും മക്കളാണ്. അവരുടെ കഥകൾ ഈജിപ്ഷ്യൻ പുരാണത്തിന്റെ കാതൽ തന്നെ. സേത്തിന്റെ അസൂയയും വഞ്ചനയും, ഐസിസിന്റെ സ്നേഹവും നിശ്ചയദാർഢ്യവും, ഹോറസിന്റെ പ്രതികാരവും നീതിയും, ഇതെല്ലാം ഒരു വലിയ നാടകമാണ്. മനുഷ്യവികാരങ്ങളുടെ സങ്കീർണതയെ ദൈവകഥകളിലൂടെ അവർ പറഞ്ഞു.
ഈജിപ്ഷ്യൻ ശില്പകലയിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം അവരുടെ ശാരീരിക രൂപമാണ്. നീണ്ട മുഖങ്ങൾ, കറുത്ത കണ്ണുകൾ, മെലിഞ്ഞ ശരീരഘടന. നെഫെർട്ടിറ്റിയുടെ പ്രതിമ ലോക പ്രശസ്തമാണ്. നീണ്ട കഴുത്ത്, മനോഹരമായ മുഖാകൃതി, ഇന്നത്തെ മോഡൽമാരെ പോലെ. അഖേനാട്ടന്റെ പ്രതിമകൾ വ്യത്യസ്തമാണ്. നീണ്ട മുഖം, വീർത്ത വയറ്, വളഞ്ഞ തുടകൾ. ചിലർ ഇതൊരു രോഗത്തിന്റെ ലക്ഷണമാണെന്ന് വാദിക്കുന്നു. മാർഫാൻ സിൻഡ്രോം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. തക്കാളിയും ഉരുളക്കിഴങ്ങും പുരാതന ഈജിപ്തിൽ ഇല്ലായിരുന്നു. ഇവ അമേരിക്ക കണ്ടെത്തിയതിനു ശേഷമേ പഴയ ലോകത്തിലേക്ക് വന്നുള്ളൂ. എന്നാൽ ചോളം അഥവാ മാഷിൻഡി, ബാർലി എന്നിവ പ്രധാന വിളകളായിരുന്നു. പപ്പായ, തണ്ണിമത്തൻ, മാംഗോ എന്നിവയും അവർക്കില്ലായിരുന്നു. എന്നാൽ ഈന്തപ്പഴം, അത്തിപ്പഴം, മുന്തിരി, മാതള നാരങ്ങ, തണ്ണിമത്തൻ എന്നിവയുണ്ടായിരുന്നു. പുരാതന ഈജിപ്തിൽ എല്ലാ പഴങ്ങളും പച്ചക്കറികളും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഈജിപ്ഷ്യൻ വൈദ്യശാസ്ത്രത്തിൽ പ്രത്യേക സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു. കണ്ണ് ഡോക്ടർമാർ, ദന്ത ഡോക്ടർമാർ, സ്ത്രീരോഗ വിദഗ്ധർ, ശസ്ത്രക്രിയാ വിദഗ്ധർ എന്നിങ്ങനെ വിഭാഗങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കണ്ണ് രോഗങ്ങൾക്ക് അവർ വിദഗ്ധരായിരുന്നു. മരുഭൂമിയിലെ പൊടിയും ശക്തമായ സൂര്യപ്രകാശവും കണ്ണണുബാധകൾക്ക് കാരണമായിരുന്നു. കഴമ്പുള്ള മരുന്നുകളും കൃത്യമായ ചികിത്സാരീതികളും അവർ വികസിപ്പിച്ചെടുത്തു. എഡ്വിൻ സ്മിത്ത് പാപ്പിറസ് എന്ന വൈദ്യശാസ്ത്ര രേഖ ലോകത്തിലെ ആദ്യത്തെ ശസ്ത്രക്രിയാ പാഠപുസ്തകമാണ്. 48 കേസ് പഠനങ്ങൾ അതിലുണ്ട്. തലക്കെടി, തലച്ചോറിലെ പരിക്കുകൾ, നട്ടെല്ല് പരിക്കുകൾ എന്നിവയെക്കുറിച്ച്. ഓരോ കേസിന്റെയും രോഗലക്ഷണങ്ങൾ, പരിശോധനാ രീതികൾ, രോഗനിർണയം, ചികിത്സ എന്നിവ ക്രമീകരിച്ചെഴുതിയിട്ടുണ്ട്. ആധുനിക മെഡിക്കൽ പാഠപുസ്തകങ്ങളുടെ ഫോർമാറ്റ് തന്നെ. വേദന കുറയ്ക്കാൻ അവർ അഫീം ഉപയോഗിച്ചിരുന്നു. അണുനാശിനിയായി തേനും, അണുബാധ തടയാൻ വിൽസാലിക്സ് അഥവാ ആസ്പിരിൻ പോലെയുള്ള ഒരു ചെടിയും ഉപയോഗിച്ചിരുന്നു. ഗർഭനിരോധനത്തെക്കുറിച്ച് പോലും അവർക്ക് അറിവുണ്ടായിരുന്നു. മുതലക്കാകയ്ക്കഴുകിയ മലവും തേനും സോഡിയം കാർബണേറ്റും ചേർന്ന മിശ്രിതം ഗർഭനിരോധനത്തിന് ഉപയോഗിച്ചിരുന്നു. ശാസ്ത്രീയമായി ഇത് എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നറിയില്ല, പക്ഷേ അവർ ശ്രമിച്ചു എന്നത് വ്യക്തമാണ്. ഗർഭം ധരിച്ചോ എന്ന് പരിശോധിക്കാൻ ഒരു രീതിയുണ്ടായിരുന്നു. ഗോതമ്പും ബാർലിയും 2 വ്യത്യസ്ത സഞ്ചികളിലിട്ട് സ്ത്രീയുടെ മൂത്രം അതിലൊഴിക്കും. ഗോതമ്പ് മുളച്ചാൽ പെൺകുഞ്ഞ്, ബാർലി മുളച്ചാൽ ആൺകുഞ്ഞ് എന്നായിരുന്നു വിശ്വാസം. രണ്ടും മുളച്ചില്ലെങ്കിൽ ഗർഭമില്ല. ആധുനിക പരീക്ഷണങ്ങൾ ഗർഭിണികളുടെ മൂത്രം ചില മുളകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ ഫാഷനിൽ മുടിക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. സ്ത്രീകൾ നീണ്ട മുടിയും പുരുഷന്മാർ ചെറിയ മുടിയുമാണ് സാധാരണ സൂക്ഷിച്ചിരുന്നത്. പക്ഷേ വിഗ്ഗുകൾ അഥവാ കളവുമുടി വളരെ ജനപ്രിയമായിരുന്നു. പ്രത്യേക അവസരങ്ങളിൽ സമ്പന്നർ വിഗ്ഗുകൾ ധരിക്കുമായിരുന്നു. സ്വന്തം മുടി വെട്ടി വിഗ് ധരിക്കുന്നത് ശുചിത്വത്തിനും പൂച്ചിബാധ ഒഴിവാക്കാനും സഹായിച്ചു. പുരോഹിതന്മാർ തല മൊട്ടയടിച്ചിരുന്നു, പരിപൂർണ ശുദ്ധിക്ക് വേണ്ടി. നഖം വെട്ടുന്നതും മുടി ചീകുന്നതും ഈജിപ്തുകാർക്ക് പ്രധാനമായിരുന്നു. വ്രംഗലം കൊണ്ടുള്ള കത്രികകളും മരം അല്ലെങ്കിൽ അസ്ഥി കൊണ്ടുള്ള ചീപ്പുകളും ഉപയോഗിച്ചിരുന്നു. കണ്ണാടികൾ മിനുങ്ങിയ വ്രംഗലം കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. സൗന്ദര്യത്തിന് അവർ വളരെയധികം പ്രാധാന്യം കൊടുത്തു. പുരാതന ഈജിപ്തിന്റെ അവസാന നാളുകളിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറിയതോടെ അവരുടെ സ്വത്വം ക്രമേണ മാഞ്ഞുപോയി. എന്നാൽ അവരുടെ സംഭാവനകൾ ലോകത്തിന് എന്നേക്കും നിലനിൽക്കുന്നു. ഗണിതം, വാസ്തുശാസ്ത്രം, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നീ മേഖലകളിൽ അവർ കാണിച്ച കഴിവ് അപാരമാണ്. മനുഷ്യൻ എത്ര മഹത്തരമായ കാര്യങ്ങൾ സാധിക്കാൻ കഴിവുള്ളവനാണെന്ന് അവർ തെളിയിച്ചു. മണലിനടിയിൽ മറഞ്ഞുകിടക്കുന്ന എത്രയോ രഹസ്യങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. ഓരോ പുതിയ കണ്ടെത്തലും പുരാതന ഈജിപ്തിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ പുനർനിർവചിക്കുന്നു. സ്കാനിംഗ് സാങ്കേതികവിദ്യ, DNA പരിശോധന, സാറ്റലൈറ്റ് ഇമേജിംഗ്. ആധുനിക സാങ്കേതികവിദ്യ പുരാതന രഹസ്യങ്ങൾ അഴിച്ചുവിടാൻ സഹായിക്കുന്നു. പിരമിഡുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന അറകൾ, മണലിനടിയിൽ കുഴിഞ്ഞുകിടക്കുന്ന നഗരങ്ങൾ, ലോകം കാണാത്ത മമ്മികൾ എല്ലാം കണ്ടെത്താനായി കാത്തിരിക്കുന്നു. ക്ലിയോപാട്രയുടെ ശവകുടീരം ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായ രാജ്ഞിയുടെ അന്ത്യവിശ്രമസ്ഥലം എവിടെയാണ്? അലക്സാൻഡ്രിയയുടെ അടിയിലോ കടലിനടിയിലോ? ഇതുവരെ അറിയില്ല. നെഫർട്ടിറ്റിയുടെ മമ്മി എവിടെയാണ്? ടുട്ടൻഖാമന്റെ ശവകുടീരത്തിന് പിന്നിൽ രഹസ്യ അറകളുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ദിവസം വരെ ഈജിപ്തിന്റെ ആകർഷണം തുടരും. പുരാതന ഈജിപ്ത് നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യ സംസ്കാരത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. അവർ വിശ്വസിച്ച ദൈവങ്ങൾ ഇപ്പോൾ മരിച്ചുപോയി, അവരുടെ ഭാഷ മരിച്ചുപോയി. എന്നാൽ അവരുടെ കല, അവരുടെ നിർമ്മിതികൾ, അവരുടെ ജ്ഞാനം ഇവ നിത്യമായി നിലനിൽക്കുന്നു. മരണത്തെ കീഴടക്കാൻ ശ്രമിച്ച ഒരു സംസ്കാരം ഒടുവിൽ അനശ്വരത കണ്ടെത്തി. മനുഷ്യ ചരിത്രത്തിൽ അവർ ഉറപ്പിച്ച ഇടത്തിലൂടെ. ഇതോടെ
പുരാതന ഈജിപ്തിൻ്റെ വിശാലമായ ലോകത്തിലേക്കുള്ള നമ്മുടെ യാത്ര പൂർത്തിയാകുന്നു.